യേശുവിൻ്റെ അമ്മ അടുത്ത് വന്നു. യേശുവിനോട് പറയുകയാണ്, ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അവരിങ്ങനൊരു പ്രതിസന്ധി നേരിടുകയാണ്. എന്താ ഈ പ്രതിസന്ധിക്ക് പോംവഴി? യേശു തൻ്റെ അമ്മയായ മറിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്താ? ഇത് മറ്റു ചിലരും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഭൂതഗ്രസ്തൻ യേശുവിനെ കണ്ടപ്പോൾ പറയുന്നുണ്ട്, യേശുവേ, മഹോന്നതനായ ദൈവപുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്താ? പ്രവാചക ശിഷ്യന്റെ നഷ്ടത്തിൽ മകൻ മരിച്ചുപോയ ആ സ്ത്രീ പ്രവാചകനെ കാണുമ്പോൾ പറയുന്നുണ്ട്, ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഇത് നാട്ടിലൊരു പ്രയോഗമാണ്. യേശു ഇതെടുത്ത് പറയാൻ കാരണം, അല്ലയോ മറിയം, എനിക്ക് ഇവിടെ ചെയ്യാൻ പിതാവേൽപ്പിച്ചൊരു ദൗത്യമുണ്ട്. അത് നിൻ്റെ വാക്കുകളെ ആധാരമാക്കിയല്ല ആ പ്രവൃത്തി നടക്കുന്നത്. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇതിന് സമയമുണ്ട്. ഞാൻ കാത്തിരിക്കുന്നു. പിതാവിൻ്റെ നാഴികയ്ക്ക് കാത്തിരിക്കുന്നു. അവിടുത്തെ പ്രവൃത്തിക്ക് കാത്തിരിക്കുന്നു. പിതാവെന്നെ അകച്ചു എന്ന ഒരു യാഥാർത്ഥ്യം ലോകത്തിന് മനസ്സിലാക്കാൻ ഇത്തരമൊരു സ്ഥലം തിരഞ്ഞെടുത്തിട്ട് ആ സ്ഥലത്ത് യേശു നിൽക്കുമ്പോൾ മറിയയ്ക്ക് ഈ സംഭാഷണം തുടരാൻ പറ്റാതെ വന്ന് മറിയ പറയുകയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണം. അതാണ് മറിയയുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യമെങ്കിൽ ഭക്തരുടെ എല്ലാം ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണം. അതാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ 2000 ആണ്ടുകളുടെ ചരിത്രത്തിൻ്റെ പിൻബലം. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണം. അതുകൊണ്ടാണ് അക്രമത്തിൻ്റെ, ആയുധത്തിൻ്റെ, ഏറ്റുമുട്ടലിൻ്റെ, തീവ്രവാദത്തിൻ്റെ തെറ്റായ വഴിത്താരകളിലൂടെ നടക്കാതെ, അധാർമികത വഴിത്താരയിലൂടെ നടക്കാതെ മനുഷ്യനെ നേരിന്റെ നേർവഴിയിലേക്ക് നടത്തുന്ന വഴിയും സത്യവും ജീവനുമായ യേശുവിന്റെ പദാന്തിയെ കൂടി തന്നെ നടക്കണം എന്ന ഉദ്ബോധനം ഞങ്ങൾ ആവർത്തിച്ച് പറയാൻ കാരണം എന്താ? അവൻ കൽപ്പിച്ചതെന്തോ അത് പറയുവാനേ ഞങ്ങൾക്ക് സാധിക്കൂ. അവന്റെ വാക്കുകൾക്ക് ഭേദഗതി വരുത്താതെ കൃത്യതയോടുകൂടി പറയാൻ കിട്ടിയ ആർജവമാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ സവിശേഷത. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, 2000 ആണ്ടുകൾക്കപ്പുറത്ത് യേശു മൊഴിഞ്ഞതിനെ അതേ ആക്കത്തിൽ, അതേ തൂക്കത്തിൽ, അതേ ആധികാരികതയിൽ പറയാൻ, പ്രസംഗിക്കാൻ, പ്രവർത്തിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ദൈവത്തിന്റെ മക്കളും. അതുകൊണ്ട് മറിയം പറഞ്ഞു തരികയാണ്, അവനെന്തെങ്കിലും കൽപ്പിക്കും അതുപോലെ ചെയ്തു കൊള്ളണം. അതുകൊണ്ട് സുവിശേഷം കേൾക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈ ഗ്രാമമേ, ഇവിടെ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, യേശു അരുളി ചെയ്യും. എന്തവൻ കൽപ്പിച്ചാലും അതുപോലെ ചെയ്യാൻ സന്നദ്ധതയുള്ള ചിലരെങ്കിലും ഇന്ന് രാത്രി ഇവിടെയുണ്ടെങ്കിൽ തങ്ങൾ ഏകാഗ്രചിത്തന്മാർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഊടാടി സഞ്ചരിക്കുന്ന അവിടുത്തെ കണ്ണുകൾ നിങ്ങളുടെ മീതെ പതിഞ്ഞാൽ, ആ ദൃഷ്ടി നിങ്ങളുടെ മീതെ പതിഞ്ഞാൽ, ഒരു പുത്തൻ അനുഭവത്തോടെ ഈ ഓഡിറ്റോറിയം വിട്ടുപോകാൻ കഴിയത്തക്ക വിധത്തിൽ യേശു വലിയവൻ, യേശു ശക്തൻ, അവിടുത്തെ പ്രവൃത്തിയുടെ അഗോചരമായ ആഴങ്ങളോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. കാനാവിലെ ഒരു വിവാഹ വീട്ടിലെത്തി അവിടെ ചെയ്യുന്ന വലിയ ഒരു അത്ഭുത പ്രവൃത്തിയാണ് ഈ വചനത്തിൻ്റെ ആധാരം. ഒരു അത്ഭുത പ്രവൃത്തിയെക്കുറിച്ചുള്ളൊരു വിശദീകരണമല്ല പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നിരവധി അത്ഭുതങ്ങൾ യേശുക്രിസ്തു ചെയ്തിട്ടുണ്ട്. അവയൊക്കെ പ്രസക്തമാണ് താനും. ആ അത്ഭുതങ്ങളിൽ നിന്ന് ഈ ഒരു കാര്യത്തെ വിഭിന്നമാക്കുന്ന ഘടകം, യേശു ചെയ്ത ആദ്യത്തെ അത്ഭുത പ്രവൃത്തിയാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ പ്രസക്തി സംബന്ധിച്ചുള്ള ചില വിഷയങ്ങളിലേക്ക് ഇനി നമുക്ക് വേഗത്തിൽ യാത്ര ചെയ്യണം. ആദ്യം ഈ കാന എന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്. എന്തുകൊണ്ട് കാന ഈ സ്ഥലത്ത് തൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നു? യേശുക്രിസ്തുവിൻ്റെ ഇഹലോകത്തിലെ പ്രവൃത്തികളൊന്നും യാദൃച്ഛികമല്ല. യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ ജനനശേഷം മിസ്രയീമിലേക്ക് പോകുന്നത്, തിരികെ നസ്രത്തിൽ വന്ന് വളരുന്നത്, ഈജിപ്തിൽ പീഡ അനുഭവിച്ച് തിരിച്ചെത്തുന്നത്, ക്രൂശിക്കപ്പെടുന്നത്, മരിച്ചടക്കപ്പെടുന്നത്, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നത്, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നത്, ഇവയെല്ലാം തന്നെ യേശുക്രിസ്തു ജനിക്കുന്നതിനും 700-ൽ പരം ആണ്ടുകൾക്കപ്പുറത്ത് ദൈവവൃത്യന്മാർ കൃത്യമെഴുതി രേഖപ്പെടുത്തി വച്ചിരുന്നു എന്നതാണ് സത്യം. യേശുക്രിസ്തുവിനെ പറ്റി സംശയമുന്നയിക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട്. ക്രൂശിൽ വെച്ച് എന്തിനാണ് പറഞ്ഞത്?
എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? അലറിക്കരഞ്ഞുകൊണ്ട് പ്രാണവേദനയോടെ പിടയുന്ന ഈ വ്യക്തിയെ നിങ്ങൾ ദൈവമായി കാണുന്നത് എന്തിന്? ദൈവത്തിനങ്ങനെ കരയാൻ സാധിക്കുമോ? ആ കരച്ചിൽ ഒരു മനുഷ്യൻ്റെതല്ലേ? തീർച്ചയായും. ദൈവത്തിനങ്ങനെ കരയാൻ സാധിക്കുമോ? അത് മനുഷ്യൻ്റേതല്ലേ എന്ന് സംശയിച്ച ആരോടും ഞങ്ങൾക്ക് വിദ്വേഷമില്ല. പക്ഷെ വിശദീകരണമുണ്ട്. യേശുവിൻ്റെ ആ കരച്ചിൽ പോലും യാദൃച്ഛികമല്ല. യേശു ഒന്ന് കരഞ്ഞേക്കാം എന്ന് വെച്ച് കരഞ്ഞതല്ല. പെട്ടെന്നുണ്ടായ വികാരപ്രകടനത്തിൻ്റെ ഭാഗമായി കരഞ്ഞതല്ല. ആ കരച്ചിലിന് പോലുമുണ്ട് ചരിത്രപരമായൊരു വസ്തുത. എന്താണത്? യേശുക്രിസ്തു പിറക്കുന്നതിൻ്റെ 1000 ആണ്ടുകൾക്കപ്പുറത്ത് ജീവിച്ചിരുന്ന ദാവീദ് പ്രവാചകൻ തൻ്റെ സങ്കീർത്തനത്തിൽ യേശുവിൻ്റെ ക്രൂശിലെ വിലാപം കൃത്യം രേഖപ്പെടുത്തി വെച്ചു. സങ്കീർത്തനം 22 യേശുവിനും 1000 ആണ്ട് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകൻ 1000 വർഷങ്ങൾക്ക് ശേഷം ജനിക്കാൻ പോകുന്ന യേശുവിൻ്റെ ജനനവും മരണവും ആ ക്രൂശ് മരണത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ സംഭവിക്കുന്ന പല വിഷയങ്ങൾ രേഖപ്പെടുത്തി വെച്ചു. യേശുവിൻ്റെ അങ്കിക്ക് വേണ്ടി ചീട്ടിട്ട് ആ വസ്ത്രം വിഭജിച്ചെടുക്കുന്ന പടയാളികളെക്കുറിച്ച് ആത്മാവിൽ നിരീക്ഷണം നടത്തി. എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. യേശുവിനെ വളയുന്ന ഭീകരന്മാരായ റോമൻ പടയാളികളുടെ ആ കിരാതമായ അഭിപ്രായ പ്രകടനങ്ങളും അവരുടെ കയ്യിലിരുന്ന ചാട്ടവാർ കൊണ്ടുള്ള ആ സീൽക്കാരവും അടിയും പീഡയും ക്രൂശിക്കുമ്പോൾ സംഭവിച്ച ഇതര കാര്യങ്ങളും 1000 ആണ്ട് മുമ്പ് കൃത്യമെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൂശുമരണം ഒരു യാദൃച്ഛിക സംഭവമല്ല. ക്രൂശിലെ കരച്ചിൽ ഒരു യാദൃച്ഛിക സംഭവമല്ല. ചുരുക്കി പറഞ്ഞാൽ, മുൻ വിവരിച്ചതുപോലെ ജനിച്ച്, മുൻ വിവരിച്ചതുപോലെ വളർന്ന്, മുൻ വിവരിച്ചതുപോലെ പ്രവർത്തിച്ച്, മുൻകൂട്ടി വിവരിച്ചതുപോലെ മരിച്ച്, മുൻകൂട്ടി വിവരിച്ചതുപോലെ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരുവനെ ഉലകത്തിലുള്ളൂ. അവൻ്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് യാദൃച്ഛികമായ സംഭവങ്ങളല്ല ഈ സുവിശേഷത്തിൻ്റെ ആധാരം. മുൻകൂട്ടി രേഖപ്പെടുത്തി വെച്ച വസ്തുതകളുടെ പൊരുളാണ് കൃത്യമായി ക്രൂശിൽ സംഭവിക്കുന്നത്. അത് ക്രൂശിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ട വിഷയമായതുകൊണ്ട് നമ്മുടെ വിഷയത്തോട് ഇപ്പോൾ നേരിട്ട് ബന്ധമില്ലാത്തത് കൊണ്ടും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. ഗലീലയിലെ കാനാവിൽ ഒരു വിവാഹം നടന്നു. ഇതാണ് ആ വിവാഹ വീട്ടിൽ യേശുവിന് ക്ഷണം ലഭിക്കുന്നു. ആ വിവാഹ വീട്ടിലെ ഭക്ഷണക്കാര്യത്തിലുണ്ടായൊരു പരിമിതി, ആ പ്രതിസന്ധിയിൽ യേശു ഇടപെടുന്നു. ഇത്രയേ ഉള്ളൂ. ലളിതമായ കാര്യമാണ്. ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ലാളിത്യമുള്ള കാര്യമാണ്. ശ്രദ്ധിക്കണം. ആദ്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഗലീലിയ എന്താണ് എന്ന് പഠിക്കണം, ഗ്രഹിക്കണം. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ പാലസ്തീൻ എന്നറിയപ്പെടുന്ന ഈ ഭൂപ്രദേശം 3 ടെറിട്ടറികളായി വിഭജിച്ചിരുന്നു. 3 മേഖലകളാക്കി വിഭജിച്ചിരുന്നു. 3 മേഖലകൾ 120 മൈൽ വിസ്തൃതിയുള്ള പാലസ്തീൻ 3ആയി വിഭജിച്ചിരുന്നു. അതിൻ്റെ തെക്കൻ മുനമ്പത്തിന് പറഞ്ഞ പേര് യഹൂദ്യ എന്നായിരുന്നു. യഹൂദ്യയുടെ ക്യാപിറ്റൽ ജെറുസലേം എന്നും അറിയപ്പെട്ടു. അതിൻ്റെ വടക്കൻ മേഖലയ്ക്ക് പറയുന്ന പേര് ഗലീലിയ എന്നായിരുന്നു. നടുക്കുള്ള സ്ഥലത്തിൻ്റെ പേര് ശമര്യ എന്നുമായിരുന്നു. ഏതാണ്ട് നമ്മുടെ കേരളം പോലെ തെക്ക് വടക്കായി കിടക്കുന്ന ഒരു മനോഹര ഭൂപ്രദേശം, 120 മൈൽ മാത്രം വിസ്തൃതി. തെക്കൻ മേഖലയ്ക്ക് പറയും യഹൂദ്യ, വടക്കൻ മേഖലയ്ക്ക് പറയും ഗലീലിയ, മധ്യഭാഗത്തിന് പറയും ശമര്യ. ഈ തെക്കും വടക്കും പാർത്തത് യഹൂദന്മാരുടെ 12 ഗോത്രങ്ങളിൽപ്പെട്ട ആളുകളായിരുന്നു. നടുക്കാകട്ടെ ശമര്യർ എന്ന ഒരു സമ്മിശ്ര വിഭാഗം ആളുകൾ പാർത്തിരുന്നു. ഞാനതിൻ്റെ ചരിത്രവസ്തുതകളിലൂടെ പോകുന്നില്ല, മറിച്ച് അത്യാവശ്യം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് ബോധ്യപ്പെടുത്താം. തെക്കൻ മേഖലയാകുന്ന യഹൂദ്യ വളരെ വികാസം പ്രാപിച്ച ജനങ്ങളെക്കൊണ്ട്, സംസ്കാര സമ്പന്നരായ ആളുകളെക്കൊണ്ട് നിറഞ്ഞ ഇടമായിരുന്നു. അവിടം പ്രസിദ്ധമാണ്. കാരണം അവിടെയാണ്
യെരൂശലേം ദേവാലയം നിലനിൽക്കുന്നത്. ലോകപ്രസിദ്ധമായ യെരൂശലേം ദേവാലയത്തിലേക്ക് തീർത്ഥാടനത്തിലെത്തുന്ന ആളുകളുടെ അംഗസംഖ്യ, അതുമായി ബന്ധപ്പെട്ട പാഠശാലകൾ, വഴിപാട് സാമഗ്രികൾ വിറ്റഴിക്കുന്ന കടകമ്പോളങ്ങൾ, ഇവയൊക്കെ ചേർന്ന് ഈ നഗരത്തെ പ്രസിദ്ധമാക്കി. ആ നഗരത്തിൽ വരുന്ന ആളുകൾ ബഹുഭാഷാ നിപുണന്മാരും സംസ്കാര സമ്പന്നരും ഒക്കെ ആയിരുന്നു. എന്നാൽ ഗലീലിയയുടെ സ്ഥിതി അതായിരുന്നില്ല. ഗലീലിയ താരതമ്യേന ഒരു അവികസിത മേഖലയായിരുന്നു. അവികസിത മേഖല എന്ന് പറഞ്ഞാൽ തീർന്നില്ല. ഈ നാടിന് ഈ പേര് വരാനൊരു കാരണമുണ്ട്. ഈ നാട് അതിവിടെ ഒരു പ്രസിദ്ധമായ ജലാശയമുണ്ട്. ഏതാണ്ടൊരു പാനപാത്രത്തിൻ്റെ ആകൃതിയോടുകൂടി 16 മൈൽ നീളവും 3.5 മൈൽ വീതിയുമുള്ള ഒരു കൊച്ചു ജലസ്രോതസ്. ഒരു പാനപാത്രത്തിൻ്റെ ആകൃതിയാണ്. ഒരു ദീർഘവൃത്താകൃതിയുള്ള ഒരു കപ്പിൻ്റെ ഷേപ്പിൽ കിടക്കുന്ന ഒരു ജലാശയം. ഇതിലേക്കുള്ള വെള്ളം ലഭിക്കുന്നത് ഹെർമോന്ന മലയുടെ മുകളിൽ നിന്നാണ്. ആ വെള്ളമൊഴുകി വന്ന് മലയടിവാരത്തിൽ നിറഞ്ഞ് വെള്ളം സമൃദ്ധി കൊണ്ട് തികഞ്ഞ് വീണ്ടും താഴേക്കൊഴുകിപ്പോക്കും. നിങ്ങൾക്കൊരു വിസ്മയം കേൾക്കണ്ടേ? മിഡിൽ ഈസ്റ്റിൽ ലഭിക്കുന്ന ഏറ്റവും ശുദ്ധജലം അന്നും ഇന്നും ഈ ഗലീലിയയിലെ വെള്ളമാണ്. ഇത്രയും ശുദ്ധജലം വേറെയില്ല. ഇനിയാണ് അടുത്തൊരു പ്രശ്നം. ലോകത്തിലെ സകല വെള്ളവും ഒഴുകി ഏതെങ്കിലും രൂപത്തിൽ ചെന്ന് സമുദ്രത്തിലാണ് ചേരുന്നത്. പക്ഷെ ഗലീലിയയിൽ നിന്നൊരു നീരൊഴുക്ക് തുടങ്ങും. ആ നീരൊഴുക്ക് താഴേക്കൊഴുകി മൈലുകൾ സഞ്ചരിച്ച് ചെന്നെത്തുന്നൊരു സ്ഥലമുണ്ട്. അത് കടലോ കായലോ ഒന്നുമല്ല. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1000 അടിയെങ്കിലും താഴ്വാരത്ത് ഭൂമിയിലെ തന്നെ ഏറ്റവും നിർജീവമായ ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ പേര് ചാവുകടൽ എന്നാണ്. അങ്ങനെ ചാവുകടലിലേക്കാണ് ഈ വെള്ളം ചെന്നു ചേരുന്നത്. ഇനിയുമുണ്ടൊരു പ്രത്യേകത. ഈ ഗലീലിയക്കടലിലെ വെള്ളം വാസ്തവത്തിൽ അത് കടലല്ല, ഒരു ജലാശയം മാത്രമാണ്. ബൈബിളിൽ ഗന്നസരത്തെന്നും കിന്നരോത്തെന്നും ഒക്കെ അതിന് പേരുണ്ട്. ബേസൈദ കടലെന്ന് പേരുണ്ട്. ഈ ജലസമൃദ്ധിയും ഇടയ്ക്കുണ്ടാകുന്ന ജലതരംഗങ്ങളും കൊണ്ട് ആളുകൾ ഇതിനെ കടലെന്ന് വിളിച്ചു പോകുന്നതാണ്. കടലല്ല, ഉപ്പുരസമല്ല, ശുദ്ധജലമാണ്. ഈ ജലമൊഴുകി മൈലുകൾ സഞ്ചരിച്ച് താഴെ ചെന്ന് ചാവുകടലിൽ തീരും. ഈ ചാവുകടൽ ലോകത്ത് മറ്റൊരു കടലോടും ബന്ധപ്പെട്ടിരിക്കുന്നില്ല. ഗലീലിയ എന്നറിയപ്പെടുന്ന ഈ തടാകത്തിന് പ്രത്യേകതയുണ്ട്. സമ്പദ്സമൃദ്ധിയുടെ കടലാണത്. വ്യത്യസ്ത തരം മത്സ്യങ്ങൾ അതിലുണ്ട്. അഭൂതപൂർവങ്ങളായ മത്സ്യസമ്പത്തുള്ള ഒരു ജലാശയമാണത്. നൂറുകണക്കിന് ആളുകൾക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം വിളയിക്കാൻ പാകത്തിനുള്ള ജലസമ്പത്തും അതുപോലെ തന്നെ മത്സ്യസമ്പത്തുമുള്ള ഒരു ഭൂപ്രദേശമാണത്. അവിടെ നിന്ന് താഴേക്കൊഴുകി പോകുന്ന ഈ വെള്ളമാകട്ടെ മൈലുകൾ സഞ്ചരിച്ച് ഈ ചാവുകടലിൽ ചെന്ന് പതിക്കുമ്പോൾ ഒരു വലിയ പ്രശ്നം, ഈ ചാവുകടൽ ഗുണപ്രദമായ ഒന്നിനെയും സ്വീകരിക്കുന്നില്ല. ഈ ചാവുകടലിൽ ജീവൻ്റെ തുടിപ്പില്ല. അവിടെ ഒരു ജീവനുള്ള വസ്തുവിനും വളരാനാവില്ല. ഏറ്റവും കൂടിയ സാന്ദ്രതയും അതുപോലെ തന്നെ ലവണ സമൃദ്ധവുമായ ഈ സ്ഥലം വരാനിരിക്കുന്ന ലോകത്തിൻ്റെ ശാക്തിക രാഷ്ട്രീയത്തിൽ ഒരു വലിയ തർക്കഭൂമിയുടെ സ്ഥാനം വഹിക്കും. അടുത്തടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ ഈ വെള്ളത്തിൻ്റെ ഉടമസ്ഥത സംബന്ധിച്ചുള്ള തർക്കം അത് ശക്തിപ്പെടുമെന്നൊക്കെ ബൈബിൾ പ്രവചനങ്ങളുണ്ട്. ആ വഴി ഞാൻ പോകുന്നില്ല. പറഞ്ഞു വെച്ചത് ബൈബിളുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങളിൽ ഏറ്റവും പ്രബലമാണ് ഈ ചാവുകടൽ. ആ ചാവുകടലിലേക്ക് ഈ വെള്ളം കൊണ്ട് തള്ളുന്ന ജോലി ഈ ഗലീലിയക്കടലിലെ വെള്ളം കൊണ്ട് ഒഴുക്കി തീർക്കുന്നത് ഒരു നദിയാണ്. ആ നദിയുടെ പേര് യോർദാൻ എന്നാണ്. യോർദാൻ എന്ന പദത്തിന് മരണമെന്നാണ് അർത്ഥം. കാരണം ജീവനുള്ള ഗലീലിയക്കടലിലെ വെള്ളം, സമ്പദ്സമൃദ്ധിയുടെ വെള്ളം, സമ്പദ്സമൃദ്ധിയുള്ള ഇടത്തു നിന്ന് ഒഴുക്കിക്കൊണ്ട് നിർജീവമായ ഒരു മണ്ഡലത്തിൽ കൊണ്ട് തീർക്കുന്നു എന്ന കുറ്റം ചുമത്തി നദിക്കിട്ട പേരാണ് യോർദാൻ, അല്ലെങ്കിൽ മരണം എന്നർത്ഥം. പോട്ടെ, ഇതിനെ ചുറ്റിപ്പറ്റി നിരവധി ആളുകൾ പാർത്തിരുന്നു. കടലാണ് അവരുടെ ഉപജീവനത്തിൻ്റെ വഴി. അവർ നിരക്ഷര കുട്ടികളാണ്. അറിവിനും വിദ്യാഭ്യാസത്തിനുമൊക്കെ പിന്നിൽ നിൽക്കുന്ന അതിസാധാരണക്കാരായ ആളുകളാണ്. ഇത്തരം 20-ൽ പരം പട്ടണങ്ങൾ ഗലീലിയയുടെ ചുറ്റുപാടിലുണ്ട്. അവരേറ്റവും സാധാരണ തൊഴിൽ ചെയ്യുന്ന ആളുകളാണ്. ആടുകളെ വളർത്തി ഉപജീവനം കഴിക്കുകയോ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുകയോ തോലുൽപ്പന്നങ്ങൾ കൊണ്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കി അവ നിർമ്മിച്ച് ജീവിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഏറ്റവും സാധാരണക്കാരായ ദരിദ്രരായ ആളുകളാണ്. ആ സ്ഥലത്ത് ബഹുഭാഷാ നിപുണന്മാരില്ല, പണ്ഡിതന്മാരില്ല. അതുകൊണ്ട് അങ്ങ് യഹൂദിയായിൽ കഴിഞ്ഞിരുന്ന യഹൂദന്മാർ ഗലീലയിൽ കഴിഞ്ഞ യഹൂദന്മാരോട് ഒരകലം കരുതിയിട്ടു.
അകലത്തിൻ്റെ കാരണം വേണ്ടത്ര അറിവില്ല, പ്രാപ്തിയില്ല, സമ്പത്തില്ല. ഇതിനൊരു ചരിത്രമുണ്ട്, അതുകൂടി പറഞ്ഞ് ഞാൻ വിട്ടേക്കാം. മഹാനായ സോളമനെ പരിചയമുണ്ടല്ലോ. ഈ രാജാവ് തൻ്റെ കൊട്ടാരവും ദേവാലയവും 20 സംവത്സരം കൊണ്ട് പണി കഴിപ്പിച്ച കാലം. ഈ രാജാവിന് വേണ്ടി തൊട്ടയൽവക്കത്തെ രാജ്യമായ സോർ രാജാവ് ലക്ഷക്കണക്കിന് രൂപയുടെ ധാരാളം തടിയും സ്വർണവും മരങ്ങളുമൊക്കെ കൊടുത്ത് ആലയം പണി അതിനെ പ്രോത്സാഹിപ്പിച്ചു. ഒരു പാരിതോഷികമെന്ന നിലയിൽ ഈ സോളമൻ ചക്രവർത്തി തിരികെ ഹീരാമിന് ഈ ഗലീലിയ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം അങ്ങ് പതിച്ചു കൊടുത്തു. നിനക്കുള്ളതാണ്, എടുത്തോളാൻ പറഞ്ഞു. ഹീരാം പക്ഷെ അത് കൈക്കൊണ്ടില്ല. കാരണം ഈ ജനങ്ങളെ അഭ്യസിപ്പിച്ചും പഠിപ്പിച്ചും മനുഷ്യരാക്കി മാറ്റുക പ്രയാസമാണ്. തൻ്റെ സമ്പത്ത് പോരാ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ. ബൈബിളിൻ്റെ വീക്ഷണം അനുസരിച്ച് ഈ സോർ വളരെ വലിയൊരു സമ്പന്ന നഗരമാണ്. സങ്കീർത്തനം 45 വായിക്കുമ്പോൾ സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. സോർ വലിയ സമ്പന്ന പട്ടണമാണ്. സോളമൻ ഈ കൊള്ളരുതാത്ത നഗരം, ഈ കൊള്ളരുതാത്ത മേഖല, തനിക്ക് താല്പര്യമില്ലാത്ത ഈ സ്ഥലം, തൻ്റെ ബുദ്ധിവൈഭവം കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത ഈ സ്ഥലം നേരെ ഹീരാമിന് വിട്ടുകൊടുത്തു. ഹീരാമിന് മനസ്സിലായി തൻ്റെ സമ്പത്ത് കൊണ്ടും ഈ നഗരത്തെ നേടാൻ പറ്റില്ല. അയാൾ ആ നഗരം എടുത്തില്ല, ആ ഭൂപ്രദേശം എടുത്തില്ല. നിനക്ക് തന്നെ ഇരിക്കട്ടെ ശലോമോനെ, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതായി രാജാക്കന്മാരുടെ പുസ്തകം ബൈബിളിൽ വിശദീകരിക്കുന്നു. ഏതായാലും ഹീരാമിന് വേണ്ടാത്ത, സോളമൻ്റെ ബുദ്ധിവൈഭവം കൊണ്ട് പരിഷ്കരിക്കാനാവാത്ത ഈ നഗരത്തിന് ജനം ഒരു പേരിട്ടു, ഈ ഭൂപ്രദേശത്തിനൊരു പേരിട്ടു, ദ ലാൻഡ് ഓഫ് ഡാർക്ക്നെസ്, അഥവാ ഇരുട്ടിൻ്റെ ദേശമെന്നർത്ഥം വരുന്ന ഒരു പദം, കാബൂൽ ദേശം. ബൈബിൾ അങ്ങനെ കിടക്കുന്നത് കാബൂൽ ദേശം. ഇപ്പോൾ ഗലീലിയ എന്ന് കേട്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം, അതൊരു കാബൂൽ ദേശമാണ്. ഇരുട്ടിൻ്റെ മേൽക്കോയ്മയുള്ള സ്ഥലമാണ്. അന്ധകാര ശക്തികളുടെ ആധിപത്യമുള്ള സ്ഥലമാണ്. ഒരു തരത്തിലും ആർക്കും ഒരു അഭിവൃദ്ധി കിട്ടാത്ത സ്ഥലമാണ്. അതുകൊണ്ട് ഗലീലിയൻ എന്നൊരാൾ സ്വയം പരിചയപ്പെടുത്തിയാൽ ഒരു നിലവാരം കുറഞ്ഞ പരിചയപ്പെടുത്തലായി അന്നത്തെ ലോകം കണ്ടു. യേശുവിനെ പരിഹസിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നൊരു പദമുണ്ട്, ഗലീലിയൻ. നീയും ആ ഗലീലിയനൊപ്പം, പത്രോസിനോട് പറയുന്നത് കേട്ടില്ലേ? അന്യഭാഷാഭാഷണം നടത്തി അപ്പോസ്തലപ്രവൃത്തി 2 ആത്മാവിൽ നിറയുന്ന ആളുകളെ കണ്ടിട്ട് പരിഷ്കാരികളായ യെരൂശലേം നിവാസികൾ പറയുന്നുണ്ട്, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലിയക്കാരല്ലയോ? എന്നിട്ടും ഇവരെന്തേ നമ്മുടെ ഭാഷകളിൽ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പറയുന്നു? ചുരുക്കത്തിൽ നിലവാരം കൊണ്ട്, ജീവിതാവസ്ഥ കൊണ്ട് നന്നേ ചെറുതായിപ്പോയ, ചുരുങ്ങിപ്പോയ, അഭിവൃദ്ധിയില്ലാത്ത ഒരു ഭൂപ്രദേശത്തിൻ്റെ പേരാണ് ഗലീലിയ. ആ ഗലീലിയയിലെ ഒരു പട്ടണത്തിൻ്റെ പേരാണ് കാന. ഈ കാന യേശു തൻ്റെ അത്ഭുത പ്രവൃത്തിക്ക് ആരംഭം കുറിക്കാൻ തിരഞ്ഞെടുത്തു എന്നാണ് നാം വായിച്ച വചനത്തിൻ്റെ ഉള്ളടക്കം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സന്ദേശമെന്ത് എന്ന് മനസ്സിലായി കാണും. ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കിക്കൊള്ളുക, യേശുവിൻ്റെ തിരഞ്ഞെടുപ്പ് വളരെ സവിശേഷതയുള്ളതാണ്. യേശുവിൻ്റെ രക്ഷാകരണ പ്രവൃത്തി സവിശേഷതയുള്ളതാണ്. മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ഉദാത്ത ദൗത്യങ്ങൾ ചെയ്തെടുത്തവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഹീരാം തള്ളിക്കളഞ്ഞ, സോളമന് പരിഷ്കരിക്കാൻ കഴിയാത്ത ഈ മണ്ണിലേക്ക് 1000 ആണ്ടുകൾ ഇരുട്ട് വ്യാപരിച്ചു കിടന്ന ഇടത്തേക്ക് ഒരു ദിവസം നസ്രായനായ യേശു കടന്നു വന്നു. ശിഷ്യഗണങ്ങൾ ഒപ്പമുണ്ട്. ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ അതേ യേശു അതേ ബലത്തോടെ, അതേ ശക്തിയോടെ അവിടുത്തെ അദൃശ്യ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ഏതിരുണ്ട മണ്ഡലത്തെയും പരിഷ്കരിച്ച് വെളിച്ചത്തിൻ്റെ പുത്തൻ പ്രഭ ചൊരിയാൻ കഴിയുന്ന അതുല്യ സന്ദേശം, അതാണ് സുവിശേഷം.
2000 ആണ്ടായി ഉലകത്തോട് ഞങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന, സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന, ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തര വചനത്തിന്റെ സവിശേഷത എന്താ? അത് ഇരുട്ടിന്റെ കൂടാരങ്ങളെ തകർത്ത് കളയുന്ന, എല്ലാത്തരം അന്ധകാരത്തിന്റെ ആധിപത്യങ്ങളെയും അടിമുടി തകർക്കുന്ന അജയ്യമായ സന്ദേശമാണ്. ആ സന്ദേശത്തിന്റെ മുമ്പിൽ ഇരുട്ടിന്റെ ശക്തികൾക്ക് നിൽക്കാനാവില്ല, അന്ധകാരത്തിന്റെ പ്രവൃത്തികൾക്ക് നിൽക്കാനാവില്ല. എല്ലാ ദുഷ്കർമ്മങ്ങളെയും നിഷ്കരുണം ഇല്ലായ്മ ചെയ്യുന്ന മഹത്തര സന്ദേശം, അതാണ് സുവിശേഷം. അതുകൊണ്ട് യേശുവിന്റെ പാദം ഈ മണ്ണിൽ അമരുമ്പോൾ മറ്റു പലർക്കും അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മണ്ണിൽ ഉറങ്ങിക്കിടന്ന 1000 ആണ്ടുകളുടെ ശാപം തളം കെട്ടിക്കിടക്കുന്ന, ആർക്കും വേണ്ടാത്ത തള്ളിക്കളഞ്ഞ ആ മണ്ഡലത്തിലേക്ക് യേശുവിന്റെ പാദം ആ മണലിൽ ഞെരിഞ്ഞമരുമ്പോൾ ഇരുട്ടിന്റെ പ്രഭുക്കന്മാർക്ക് പിടികിട്ടി, ഇനി രക്ഷയില്ല. യേശുവിന്റെ പാദം ഒരിടത്ത് ചവിട്ടിയാൽ ഒരു കാര്യം ഉറപ്പാണ്, അവിടെ സുവിശേഷത്തിന്റെ ജയക്കൊടി പാറിക്കളിക്കുമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, അവിടുത്തെ നിരക്ഷരത മാറും, അവിടുത്തെ പ്രതിസന്ധികൾ മാറും, അവിടെ വെളിച്ചം വീശും. ഒരിക്കലായി ഈ വെളിച്ചം ജീവിതത്തിലേക്ക് വന്ന, കുടുംബത്തിലേക്ക് വന്ന ജീവിതങ്ങളാണ് ഇന്നിവിടെ ഉള്ളത്. അതുകൊണ്ടാണ് അവർക്ക് ഈ രാത്രിയും ഇവിടെ വന്നിരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കാൻ സാധിക്കുന്നതെങ്കിൽ ഇരുട്ടിനെ മാറ്റിക്കളയുന്ന ഈ സുവിശേഷത്തിന്റെ മഹത്തരമായ സന്ദേശം കേൾവിക്കാർക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പറയട്ടെ: മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ഈ മഹാനാമത്തെ, രക്ഷയ്ക്ക് കാരണഭൂതനായ കർത്താവായ യേശുവിന്റെ തിരുനാമത്തെ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുന്നു: യേശുവിൽ കൂടി മനുഷ്യരാശിക്കൊരു രക്ഷ. ഹല്ലേലൂയ. അപ്പോൾ ഈ സ്ഥലത്ത് യേശു വന്നു. അവിടെ 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം. ഇതൊക്കെ വിശദീകരിക്കാനുള്ളതാണ്. സമയ അപര്യാപ്തത നമ്മുടെ മുമ്പിലുണ്ട്. അത് നിങ്ങളല്ല എന്നെ കാരണക്കാരൻ, ഞാനാണ്. വിദൂരങ്ങളിൽ നിന്നുള്ള യാത്രയാണ്. സഭായം കഴിഞ്ഞ് ഫുഡ് കഴിച്ചപ്പോഴേ പോകുന്നതാണ്. നല്ല ട്രാഫിക് ജാമാണ്. ഇതിവിടെ എത്തിച്ചേരുമോ എന്ന് പോലും ആശങ്കപ്പെട്ടു. അതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് നിങ്ങളെ മുഷിപ്പിക്കുന്നത് ശരിയല്ല. സമയപരിധിക്കുള്ളിൽ യോഗം പര്യവസാനിക്കേണ്ടതുണ്ട്. അക്കാര്യത്തിൽ നമുക്കെല്ലാം നിർബന്ധമുണ്ടല്ലോ. ഏതായാലും ഈ സ്ഥലത്തേക്ക് യേശു വരുമ്പോൾ ആ വീട്ടിൽ വീഞ്ഞ് തീർന്നുപോയി. ഈ വീഞ്ഞിനെപ്പറ്റി വലിയ ചർച്ചയുണ്ട്. യേശു ഇങ്ങനെ ഒന്നും മദ്യം ഉണ്ടാക്കിയിട്ട് പോയോ, അങ്ങനെ വാദിക്കുന്ന ചില ആളുകളുണ്ട്. ആദ്യം മനസ്സിലാക്കുക, നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരുമ്പോൾ നിങ്ങളെനിക്ക് ചായ തരുന്നത് പോലെയാണ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ മനുഷ്യർക്ക് തണുത്ത പാനീയങ്ങൾ നൽകുന്നത്. ഇന്നും അതങ്ങനെ വൈൻ അവിടെ കൊടുക്കാറുണ്ട്. ഈ വൈൻ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ വിരുന്നിൻ്റെ ഭാഗമാണ്. ഇന്നും വൈൻ സർവ്വസാധാരണമാണ്. നമുക്കിവിടെ കിട്ടുന്ന വൈനേക്കാളൊക്കെ വളരെ ക്വാളിറ്റിയുള്ള വൈൻ. മാത്രമല്ല, ഇവിടുന്ന് യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇവരുടെ ഏതെങ്കിലും ഒരു കട സന്ദർശിച്ചാൽ നമുക്കൊരു സാമ്പിൾ ഒരു കുപ്പി തരും കഴിക്കാൻ. ഫ്രീ ആണ്. ഫ്രീ ആണെന്ന് പറയുമ്പോൾ മലയാളികൾ ധാരാളമായിട്ട് കുടിക്കുമല്ലോ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു ബോട്ടിൽ നമ്മൾ കുടിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ വസ്തു വില കൊടുത്ത് വാങ്ങിപ്പോകും. അതിൻ്റെ ഒരു ടെക്നിക്കാണ് അവരിത് സൗജന്യമായിട്ട് തരുന്നത്. വലിയ ഒന്നും ഇല്ലാതെ അവിടെ നിന്ന് കിട്ടും. വൈൻ അവരുടെ ജീവിതത്തിൻ്റെ, അനുദിന ജീവിതത്തിൻ്റെ, സൽക്കാരത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഈ വീട്ടിൽ സൽക്കാരത്തിൽ ഏറ്റവും സുപ്രധാനമായ ഭാഗമായ വൈൻ തീർന്നുപോയി. ഇതാ പ്രതിസന്ധി. യേശുവിൻ്റെ അമ്മ അവിടേക്ക് വന്നിട്ട് ആ വീട്ടിലെ പരിമിതി അറിയിക്കുകയാണ്, ഇവിടെ വൈനില്ല. അപ്പോൾ വൈനില്ല എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ മറുപടി, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്താ? ഇതാണ്. ഇതൊന്ന് വിശദീകരിക്കാനുണ്ട്. ചില പഠനങ്ങൾ ഇത് സംബന്ധിച്ച് നടക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നടന്ന ഈ കല്യാണം എഴുത്തുകാരനായ യോഹന്നാൻ്റെ തന്നെ കല്യാണമായിരുന്നാണ്. സുവിശേഷം എഴുതിയ യോഹന്നാൻ്റെ കല്യാണമാണ്. എന്നാൽ പിന്നെ ബൈബിളിൽ അങ്ങനെ എഴുതിയാൽ പോരായിരുന്നു. എൻ്റെ കല്യാണം 3-ാം നാൾ നടന്നു, യേശു അവിടെ വന്നു, അങ്ങനൊരു ചോദ്യം ഉരുത്തിരിയും. യോഹന്നാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല തൻ്റെ കല്യാണമാണെന്ന്. പക്ഷേ വെറുതെ അല്ല ഇത് പറയുന്നതിന് കാരണമുണ്ട്. സ്ട്രോങ് റീസൺസ് ഉണ്ട് ആർഗ്യുമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ. ഈ ബൈബിൾ എഴുത്തുകാരും സ്വന്തം കാര്യം പറയാറില്ല. വളരെ വിരളമാണ്. പറയാറില്ലെന്നല്ല, വിരളമാണ്. ബൈബിളിൻ്റെ എഴുത്തുകാരുടെ ഒരു മാന്യത, അവർ ശീലിച്ച ഒരു രീതി, സ്വന്തം കാര്യങ്ങളെപ്പറ്റി അമിത പ്രസക്തി കൊടുത്ത് പറയാറില്ല.
തെളിവുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിന് 24 അധ്യായങ്ങളുണ്ട്. 24 അധ്യായം വരുന്ന ഈ പുസ്തകത്തിൽ 36 പേരുടെ പേരുകൾ യോഹന്നാൻ രേഖപ്പെടുത്തുന്നുണ്ട്. ആ 36 പേരുടെ പേരിൽ 19 പേർ പ്രമുഖരാണ്, 17 പേർ സാധാരണക്കാരാണ്, 9 പേർ അപ്പോസ്തലന്മാരാണ്. ഇത്രയും പേരുകൾ കൃത്യം രേഖപ്പെടുത്തി വച്ചിട്ടുള്ള ഈ ദൈവവൃത്യൻ ഒരു പേര് മനഃപൂർവ്വം ഒഴിവാക്കി. അത് സ്വന്തം പേരാണ്. സ്വന്തം പേര് ഒരു തവണ പോലും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇല്ലെന്ന് പറയാൻ വയ്യ. പരോക്ഷമായിട്ടുണ്ട്, നേരിട്ടില്ല. പരോക്ഷമായിട്ട് ഇഷ്ടം പോലെയുണ്ട്. തന്നെക്കുറിച്ച് പറയേണ്ടി വരുന്ന സന്ദർഭത്തിൽ യോഹന്നാൻ പറയും, യേശു സ്നേഹിച്ച ശിഷ്യനും അവിടെ ഉണ്ടായിരുന്നു. അത്ര പറയൂ. ഇവർ തമ്മിൽ പറയാനൊരു ബന്ധമുണ്ട്. എന്താ ബന്ധം? യേശുവിൻ്റെ അമ്മയായ മറിയയുടെ അനുജത്തി ശലോമിയുടെ മകനാണ് യോഹന്നാൻ. അപ്പൻ്റെ പേര് സെബദി. യേശുവിൻ്റെ ഒരു അനുജനാണ്, ഒരു ഹാഫ് ബ്രദറാണ്. ഇതും യോഹന്നാൻ പറയാൻ താല്പര്യം എടുക്കുന്നില്ല. മറിച്ച് പറയാൻ ഇഷ്ടപ്പെടുന്നത് യേശു സ്നേഹിച്ച ശിഷ്യൻ, ഈ പേരിനാൽ അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഇത് യോഹന്നാൻ്റെ കല്യാണമെന്ന് ശഠിക്കുന്നവർ അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ഈ വീട്ടിൽ യേശുവിൻ്റെ അമ്മയായ മറിയയ്ക്കുള്ള ഒരു പങ്കാളിത്തമാണ്. കിച്ചണിൽ ഭക്ഷണം കുറഞ്ഞുപോയി എന്ന് ഒരു സ്ത്രീ അറിയുന്നു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ആ വീട്ടിലെ വേലക്കാരോട് കൽപ്പിക്കുകയാണ്, യേശു എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ നിങ്ങൾ ചെയ്യണം എന്ന് ആ വീട്ടിലെ ജോലിക്കാരോട് കൽപ്പിക്കണമെങ്കിൽ മറിയയ്ക്ക് ആ വീട്ടിൽ ഒരു ആക്റ്റീവ് റോളുണ്ട്, സുപ്രധാന പങ്കുണ്ട്. വെറുതെ പറ്റില്ല. അങ്ങനെയെങ്കിൽ മറിയയ്ക്ക് ഇവിടെ റോൾ വരണമെങ്കിൽ സംഗതി ഗലീലിയിലാണെങ്കിൽ കാനാവിലാണെങ്കിൽ സാധ്യതകൾ ഏറുന്നത് യോഹന്നാൻ്റെ കല്യാണത്തിനാണ്. പിന്നെ എന്താകും പുള്ളി എഴുതാഞ്ഞത്? ഞാൻ പറഞ്ഞു, ഒന്നാമതൊരു സിംപ്ലിസിറ്റി. ഇനി എനിക്ക് തോന്നി വീഞ്ഞില്ലെന്നൊക്കെ പറയുമ്പോൾ ഒരു നാണക്കേട് പുള്ളിയെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടെന്നൊക്കെ ഓർത്തായിരിക്കും. ഈ ബൈബിളിൻ്റെ എഴുത്തുകാർക്ക് വലിയ സ്വാതന്ത്ര്യം കർത്താവ് കൊടുത്തിട്ടുണ്ട്. കാരണം ബൈബിളിൻ്റെ എഴുത്ത് എന്നത് ആത്മനിയോഗം പ്രാപിച്ചിട്ട് മനുഷ്യൻ എഴുതി എന്നാണ് സത്യം. മനുഷ്യൻ എഴുതിയാണ് ബൈബിള്, സംശയിക്കണ്ട. ആത്മനിയോഗം പ്രാപിച്ച മനുഷ്യൻ പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് എഴുതുകയാണത്. അപ്പോൾ അതിലിങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ യേശുവിൻ്റെ അമ്മ അടുത്ത് വന്നു യേശുവിനോട് പറയുകയാണ്, ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അവരിങ്ങനെ പ്രതിസന്ധി നേരിടുകയാണ്. എന്താ ഈ പ്രതിസന്ധിക്ക് പോംവഴി? യേശു തൻ്റെ അമ്മയായ മറിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്താ? ഇത് മറ്റു ചിലരും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഭൂതഗ്രസ്തൻ യേശുവിനെ കണ്ടപ്പോൾ പറയുന്നുണ്ട്, യേശുവേ, മഹോന്നതനായ ദൈവപുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്താ? പ്രവാചക ശിഷ്യൻ്റെ നഷ്ടത്തിൽ മകൻ മരിച്ചുപോയ ആ സ്ത്രീ പ്രവാചകനെ കാണുമ്പോൾ പറയുന്നുണ്ട്, ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഇത് നാട്ടിലൊരു പ്രയോഗമാണ്. യേശു ഇതെടുത്ത് പറയാൻ കാരണം, അല്ലയോ മറിയം, എനിക്ക് ഇവിടെ ചെയ്യാൻ പിതാവേൽപ്പിച്ചൊരു ദൗത്യമുണ്ട്. അത് നിൻ്റെ വാക്കുകളെ ആധാരമാക്കിയല്ല ആ പ്രവൃത്തി നടക്കുന്നത്. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇതിന് സമയമുണ്ട്. ഞാൻ കാത്തിരിക്കുന്നു. പിതാവിൻ്റെ നാഴികയ്ക്ക് കാത്തിരിക്കുന്നു. അവിടുത്തെ പ്രവൃത്തിക്ക് കാത്തിരിക്കുന്നു. പിതാവെന്നെ അകച്ചു എന്ന ഒരു യാഥാർത്ഥ്യം ലോകത്തിന് മനസ്സിലാക്കാൻ ഇത്തരമൊരു സ്ഥലം തിരഞ്ഞെടുത്തിട്ട് ആ സ്ഥലത്ത് യേശു നിൽക്കുമ്പോൾ മറിയയ്ക്ക് ഈ സംഭാഷണം തുടരാൻ പറ്റാതെ വന്ന് മറിയ പറയുകയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണം. അതാണ് മറിയയുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യമെങ്കിൽ ഭക്തരുടെ എല്ലാം ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണം. അതാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ 2000 ആണ്ടുകളുടെ ചരിത്രത്തിൻ്റെ പിൻബലം. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണം. അതുകൊണ്ടാണ് അക്രമത്തിൻ്റെ, ആയുധത്തിൻ്റെ, ഏറ്റുമുട്ടലിൻ്റെ, തീവ്രവാദത്തിൻ്റെ തെറ്റായ വഴിത്താരകളിലൂടെ നടക്കാതെ, അധാർമികത വഴിത്താരയിലൂടെ നടക്കാതെ മനുഷ്യനെ നേരിൻ്റെ നേർവഴിയിലേക്ക് നടത്തുന്ന വഴിയും സത്യവും
ജീവനുമായ യേശുവിന്റെ പദാന്തിയെ കൂടി തന്നെ നടക്കണം എന്ന ഉദ്ബോധനം ഞങ്ങൾ ആവർത്തിച്ച് പറയാൻ കാരണം എന്താ? അവൻ കൽപ്പിച്ചതെന്തോ അത് പറയുവാനേ ഞങ്ങൾക്ക് സാധിക്കൂ. അവന്റെ വാക്കുകൾക്ക് ഭേദഗതി വരുത്താതെ കൃത്യതയോടുകൂടി പറയാൻ കിട്ടിയ ആർജവമാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ സവിശേഷത. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, 2000 ആണ്ടുകൾക്കപ്പുറത്ത് യേശു മൊഴിഞ്ഞതിനെ അതേ ആക്കത്തിൽ, അതേ തൂക്കത്തിൽ, അതേ ആധികാരികതയിൽ പറയാൻ, പ്രസംഗിക്കാൻ, പ്രവർത്തിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ദൈവത്തിന്റെ മക്കളും. അതുകൊണ്ട് മറിയം പറഞ്ഞു തരികയാണ്, അവനെന്തെങ്കിലും കൽപ്പിക്കും അതുപോലെ ചെയ്തു കൊള്ളണം. അതുകൊണ്ട് സുവിശേഷം കേൾക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈ ഗ്രാമമേ, ഇവിടെ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, യേശു അരുളി ചെയ്യും. എന്തവൻ കൽപ്പിച്ചാലും അതുപോലെ ചെയ്യാൻ സന്നദ്ധതയുള്ള ചിലരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ, തങ്ങൾ ഏകാഗ്രചിത്തന്മാർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഊടാടി സഞ്ചരിക്കുന്ന അവിടുത്തെ കണ്ണുകൾ നിങ്ങളുടെ മീതെ പതിഞ്ഞാൽ, ആ ദൃഷ്ടി നിങ്ങളുടെ മീതെ പതിഞ്ഞാൽ, ഒരു പുത്തൻ അനുഭവത്തോടെ ഈ ഓഡിറ്റോറിയം വിട്ടുപോകാൻ കഴിയത്തക്ക വിധത്തിൽ യേശു വലിയവൻ, യേശു ശക്തൻ, അവിടുത്തെ പ്രവൃത്തിയുടെ അഗോചരമായ ആഴങ്ങളോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ യേശു അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, 6 കൽഭരണികൾ അവിടെ കിടക്കുന്നു. അത് കൈകാലുകൾ കഴുകി ശുദ്ധിയാക്കാൻ ജൂതന്മാരുടെ നിയമം അനുസരിച്ച് വീടുകളിൽ വെക്കുന്ന ഒരു സംവിധാനമാണ്. വിശേഷിച്ച് വിവാഹ വീടുകളിൽ നിർബന്ധമാണ്. അപ്പോഴാണ് അവിടുത്തെ അടുത്തൊരു പ്രശ്നം വരുന്നത്, ഇതിൽ വെള്ളമില്ല. യേശു പറയുകയാണ്, ഈ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കണം. ഈ വിവാഹ വീടിൻ്റെ പരിമിതി നിങ്ങൾക്ക് മനസ്സിലായോ? അവിടെ വീഞ്ഞില്ല. സ്വാഭാവികം, ഒരു വീട്ടിൽ ആളുകൾ കൂടി കാണും, ഉപയോഗം കൂടി കാണും, അല്ലെങ്കിൽ അവർക്ക് സമ്പത്ത് കുറഞ്ഞ് കാണും, വിളിച്ച് അത്രയും ആൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം തികഞ്ഞു കാണുമില്ല. പോട്ടെ, ആ വീട്ടിൽ വെള്ളമില്ല, കൽഭരണികളിൽ വെള്ളം നിറച്ചിട്ടില്ല. അതും ശ്രദ്ധിച്ചിട്ട് യേശു പറയുക, ഈ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കണം. നിറയ്ക്കപ്പെട്ട കൽഭരണികളുടെ അരികിൽ യേശു ചെന്നു. ഒരു കാര്യം ഓർക്കണം, എൻ്റെ ഹൃദയം ഒരു 2500 കൊല്ലം യേശുവിന് മുമ്പിലേക്ക് കടന്നു പോവുകയാണ്. ദൈവപുരുഷനായ മോശ, പഴയ നിയമത്തിൻ്റെ പ്രവാചകൻ, പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ, ആ പഴയ നിയമ മധ്യസ്ഥൻ ഇതുപോലെ ഒഴുകുന്ന ജലാശയത്തിൻ്റെ അരികിൽ നിന്നു വർഷങ്ങൾക്കപ്പുറത്ത്. അവിടുത്തെ പ്രവാചകത്വം ചോദ്യം ചെയ്തുകൊണ്ട് ആളുകളും ആരവാരവും ചുറ്റും നിൽക്കുക. നിന്നെ അയച്ചത് ദൈവമാണെന്ന് എങ്ങനെ തെളിയിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തലോടെ ആളുകൾ കല്ലെറിയാൻ കാത്തു നിൽക്കുക. തൻ്റെ കയ്യിലിരുന്ന വടി കൊണ്ട് നൈൽ നദിയെ അടിക്കുമ്പോൾ നൈൽ നദി രക്തമായി തീർന്നു എന്ന് ബൈബിളിൽ കാണുന്നു. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ നൈൽ നദിയുടെ നിറം മാറ്റി അതിനെ രക്തപങ്കിലമാക്കിക്കൊണ്ട് ന്യായവിധിയുടെ സന്ദേശം ജനത്തിന് നൽകിക്കൊണ്ട് ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അത് കണ്ട് ഭയചകിതനായി ഫറവോനും കൂടെയുള്ള ആളുകളും ഈ സ്ഥിതിവിശേഷത്തിൽ അമ്പരന്ന് പോയെങ്കിൽ, പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശു 2500 ആണ്ടുകൾക്ക് ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഇതുപോലെ പച്ചവെള്ളത്തിന്റെ മുമ്പിൽ ഇതുവരെ കാണാത്ത മറ്റൊരു പ്രവൃത്തിക്ക് തുടക്കം കുറിക്കുകയാണ്. രുചികരമായ, മേത്തരമായ, ശ്രേഷ്ഠകരമായ, പുഷ്ടിപ്പെടുത്തുന്ന, ആനന്ദം നൽകുന്ന ഒരു മനോഹര സൃഷ്ടി യേശു കാട്ടിക്കൊടുത്തു. ഈ രാത്രി നിങ്ങളുടെ പ്രശ്നങ്ങളെ പച്ചവെള്ളം പോലെ പകരുക, വീഞ്ഞുപോലെ മടക്കിത്തരാൻ കഴിയുന്ന ഒരുവൻ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. വേദനാജനകമായ ജീവിതത്തിന്റെ ആവശ്യകതകൾ അവിടുത്തെ മുമ്പിൽ പകരപ്പെട്ടാൽ ഒരു കാര്യം ഉറപ്പാണ്, പകരപ്പെട്ടതുപോലെ ആ പ്രശ്നം കൊണ്ടുപോകേണ്ടി വരികയില്ല. അതിന് കഴിയുന്ന മഹാദൈവത്തിന്റെ പുത്രൻ നമ്മുടെ മധ്യത്തിൽ ആഗതനായിട്ടുണ്ട്. വേദനകൾ, ഭാരങ്ങൾ, ദുഃഖങ്ങൾ അവയങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ ഏറ്റെടുക്കുവാൻ സന്നദ്ധനായി അവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് ഇതിനെ ഏറ്റെടുക്കാൻ കഴിയുന്ന യേശു അരികിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തിനു ഭാരപ്പെടണം? നമ്മൾ എന്തിനു ദുഃഖിക്കണം? ഞാൻ അതിലേക്കാണ് വരുന്നത്. പ്രിയരേ, യേശു ക്രിസ്തു ഈ വെള്ളം വീഞ്ഞാക്കി എന്നതൊരു സത്യമാണ്. ഇതേ കർത്താവ് മറ്റൊരത്ഭുതം ചെയ്ത് നമുക്കറിയാം. അത് തൻ്റെ അത്ഭുത പ്രവൃത്തിയാൽ 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തി അയച്ചു എന്നാണ്. അതും ഇതേ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു 6-ാം അധ്യായത്തിൽ. 2-ാം അധ്യായത്തിൽ വെള്ളം വീഞ്ഞാക്കിയെങ്കിൽ 6-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ പക്കൽ നിന്ന് 5 യവത്തപ്പം ശേഖരിക്കുന്നു. ആ കുട്ടി കൊടുക്കാൻ സന്നദ്ധനാകുന്നു. 5000 വരുന്ന പുരുഷാഗണങ്ങൾ, അതിലേറെ വരുന്ന സ്ത്രീകൾ, കുട്ടികളും അടങ്ങുന്ന 10-15,000 പേരോളം വരുന്ന ഒരു മഹാസദസ്സ്. ആ സദസ്സിന് തൃപ്തികരമായ ഭക്ഷണം കൊടുക്കുന്നു.
ഇവിടെ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. യേശു അപ്പം കൊടുക്കുമ്പോൾ ഭക്ഷിക്കാൻ വന്ന ആളുകളുടെ എണ്ണം 5000 അല്ല, അതിലേറെ ഉണ്ട്. പുരുഷന്മാരുടെ എണ്ണമാണ് എഴുതിയ ഏകദേശം. സ്ത്രീകളുടെ എണ്ണം രേഖപ്പെടുത്തിയിട്ടില്ല. ഏകദേശം 5000. എന്നാൽ യേശു ഉപവസിച്ചപ്പോൾ എത്ര പേരുണ്ടായിരുന്നു കൂടെ? ഭക്ഷണം കഴിക്കാൻ 5000 പുരുഷന്മാർ. ഉപവാസം എടുത്തപ്പോൾ ആരും കൂടെ ഇല്ല, തനിച്ചാണ്. അടുത്തത്, ഏറ്റവും ശ്രേഷ്ഠകരമായ വീഞ്ഞു കൊടുത്തപ്പോൾ കഴിക്കാൻ ഇഷ്ടം പോലെ ആള്. അവിടുത്തെ പ്രവൃത്തിക്ക് മുമ്പിൽ ആദരവോടെ ആളുകൾ ഇഷ്ടം പോലെ വന്നു. മരിച്ചവനെ ഉയർപ്പിക്കുന്ന വേളയിൽ കാണികൾ ധാരാളമുണ്ട്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഇടത്ത്, പക്ഷപാത രോഗിയെ സുഖപ്പെടുത്തുന്ന ഇടത്ത് കാണാൻ ആളുകൾ തിങ്ങിക്കൂടി. നാനാവ്യാധികളിൽപ്പെട്ട ആളുകളെ അവിടേക്ക് കൊണ്ടുവന്നു. അവർക്കൊക്കെ യേശു കരം വച്ചപ്പോൾ സൗഖ്യമുണ്ടായി, ആശ്വാസവും വിടുതലുമുണ്ടായി. മരണത്തിൽ നിന്ന് അതിജീവനം കിട്ടിയ ആളുകൾ, തകർച്ചയിൽ നിന്ന് അതിജീവനം കിട്ടിയ ആളുകൾ, ഇവരൊക്കെ ധാരാളമുണ്ടായി. പക്ഷേ ഒരു ദിവസം സാക്ഷാൽ ജീവന്റെ അപ്പമായ യേശു തകർന്നു. സ്വയം ആ ശരീരം തകർച്ചയ്ക്ക് വിധേയപ്പെട്ടു. സാക്ഷാൽ മുന്തിരി വള്ളിയായവൻ വളരെ ഫലം ലഭിക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്ന പ്രക്രിയയ്ക്ക് വിധേയനായി ആ ശരീരവും രക്തവും മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ പരിണിത ഫലമായി ചൊരിയപ്പെട്ടപ്പോൾ അധികം പേർ അത് കൈക്കൊള്ളുവാൻ അന്ന് തയ്യാറായില്ല. കാരണം എന്തേ? അവർക്ക് വേണ്ടത് ഭൗതിക ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമാണെങ്കിൽ സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി യാഗമാക്കി അർപ്പിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ പ്രവൃത്തിക്ക് വേണ്ടി വിധേയരാകുവാൻ ജനാവലിയെ കാണാതെ വന്നു എന്നോർത്ത് യേശു ദുഃഖിതനായില്ല, യേശു വിഷണ്ണനായില്ല. കാരണം കർത്താവിനൊരു കാര്യം അറിയാം. താൻ മരിക്കപ്പെടുമ്പോൾ തൻ്റെ ശവശരീരം ക്രൂശിൽ തൂങ്ങി ആടുമ്പോൾ ഈ ശവശരീരത്തിന് നേരെ ചീറിയെടുക്കുവാൻ വേണ്ടി കഴുകനും കാക്കയും ഒക്കെ പാറിക്കളിക്കുമ്പോൾ അന്തരീക്ഷം വേദനാജനകമായി മാറുമ്പോൾ സ്ത്രീകൾ തൊട്ടുമുമ്പിൽ നിന്ന് കരയുമ്പോൾ തന്നെ കണ്ടിട്ട് ഒരു രക്ഷകനെന്ന് ഉൾക്കൊള്ളാനാവാതെ ആളുകൾ പിന്തിരിഞ്ഞു പോകുമ്പോൾ ഇന്നലെ വരെ ക്ലാസ് പഠിച്ചവർ, കൂടെ ഇരുന്നവർ, ഞാൻ പഠിപ്പിച്ചെടുത്തവർ കടലിൽ മീതെ നടക്കുമ്പോൾ ആരവാരം മുടക്കിയവർ ആരെയും കാണാതിരിക്കുമ്പോൾ തകർന്നു പോകുന്നതല്ല തൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തി. ലോകത്തിൽ ആര് പിന്തിരിഞ്ഞോടിയാലും ഇട്ടിട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമല്ലത്. അത് ബോധ്യപ്പെടുത്തുവാൻ അധിക നാളുകൾ വേണ്ടി വന്നില്ല. കഷ്ടിച്ച് ഒരു 40 ദിനങ്ങൾ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ഇതാ പണ്ട് പതറി ചിതറി ഭയപ്പെട്ടോടിയ പത്രോസിന്റെ പ്രസംഗം കേട്ട് 3000 പേർ ഒറ്റ രാത്രി കൊണ്ട് ഈ മാർഗത്തെ അനുഗമിക്കാൻ 40 ദിവസങ്ങൾ മാത്രം മതിയായിരുന്നെങ്കിൽ ഈ രാത്രി വചനം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, കാലം കഴിയുന്തോറും വീര്യം വർദ്ധിക്കുന്ന ശ്രേഷ്ഠകരമായ വീഞ്ഞിന്റെ പേരാണ് സുവിശേഷം. എത്ര കാലം കഴിയുന്തോറും ശ്രേഷ്ഠകരമായതൊന്ന് അവിടുത്തെ പക്കലുണ്ട്. അത് ഏറ്റെടുക്കാൻ 28 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം ഒരു ഐക്യ കൺവെൻഷൻ പ്രാർത്ഥിച്ചാരംഭിച്ച ചില പ്രിയപ്പെട്ടവര് ഇന്നിവിടെയുണ്ട്. അവർ പലരും മൺമറഞ്ഞു പോയെങ്കിലും ഒരു കാര്യം ഉറപ്പ്, 28 ആണ്ടുകൾ കഴിയുമ്പോൾ വീര്യമുറ്റ ഒന്നിനെ നമുക്ക് തരുവാൻ കഴിയത്തക്ക വിധം മഹാദൈവത്തിന്റെ പുത്രന്റെ പ്രവൃത്തി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രവൃത്തിയുടെ പന്താവിൽ എനിക്കും നിനക്കും കണ്ണിയാകാൻ കഴിഞ്ഞെങ്കിൽ ഒന്നുറപ്പിച്ചു കൊള്ളുക, അവൻ പ്രവർത്തിക്കുന്ന ദൈവം. ആ പ്രവൃത്തിക്ക് തടയിടുവാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഭഗവാനരെ, തൻ്റെ ശരീരം ചീന്തി മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുന്ന വേളയിൽ അധികം പേര് വന്നില്ലെന്ന് ഒരു ചോദ്യം ഇവിടെ ഉയരുന്നു. എന്താണ് ഈ ദൈവം ജഡത്തിൽ വന്നു എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം? അതെന്തിനാണ്? വിശ്വസനീയമായൊരു കാര്യമാണോ? യേശുവിനെ ആദരിക്കുന്ന ആളുകൾ ലോകത്തേറെയുണ്ട്. ലോകത്തേറെ അങ്ങനെയാണ്. എല്ലാ മതസ്ഥരും ബഹുമാനിക്കുന്നു, രാഷ്ട്രീയക്കാർ ബഹുമാനിക്കുന്നു. പിന്നെ സ്വീകരിക്കാൻ പറ്റാത്തൊരു കാര്യം യേശുവിൻ്റെ ദൈവത്വമാണ്. അതിന് കലഹമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളാരെയും അത് അടിച്ചേൽപ്പിക്കാറുമില്ല. യേശുവിൻ്റെ ദൈവത്വം അടിച്ചേൽപ്പിക്കേണ്ട കാര്യമല്ല. യേശുവിൻ്റെ ദൈവത്വം എന്നത് മനുഷ്യത്വം വെച്ചളന്ന് തോറ്റുപോകുന്ന മനുഷ്യരാണ് നമ്മുടെ മുമ്പിലുള്ളത്. ചില ചോദിക്കും, ദൈവം എന്തിനാ മനുഷ്യനാകുന്നേ? ദൈവത്തിന് മനുഷ്യനാകാൻ കഴിയുമോ? ആ ചോദ്യം തന്നെ തെറ്റല്ലേ? കാരണം ദൈവത്തിന് മനുഷ്യനാകാൻ കഴിയണം. മനുഷ്യനാകാനും കഴിഞ്ഞെങ്കിലേ ദൈവം സർവശക്തനെന്ന് വരുന്നു. താൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ദൈവത്തിന് മനുഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷനാകാൻ കഴിയണം. താൻ ആഗ്രഹിക്കുന്ന നിലയിൽ ഇടപഴകാൻ കഴിയണം. അപ്പോഴേ ദൈവം സർവശക്തനാകുന്നു എന്ന് വരുന്നു. ദൈവപ്രവൃത്തിക്ക് തടസ്സമില്ല. അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, ഇഷ്ടപ്പെടുന്ന ഭാവത്തിൽ വരാൻ സാധിക്കും. അപ്പോൾ എന്തിനാണ്
യേശുക്രിസ്തുവിൽ ഞങ്ങൾ ദൈവത്വം ആരോപിക്കുന്നത്. പ്രിയ, ഞങ്ങൾ ആരോപിക്കുന്നതല്ല, ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നത് കൃത്യമായി തന്നെ ഉണ്ട് യേശുവിൻ്റെ ദൈവത്വം. ഇത് ഏറ്റവും തർക്കം നിറഞ്ഞ ഒരു സ്ഥലം കൊലോസ്യ എന്നറിയപ്പെടുന്നൊരു പട്ടണത്തിലെ ചർച്ചിലായിരുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ട് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. ഈ കൊലോസ്യ ലേഖനത്തിൻ്റെ ഉള്ളടക്കം തന്നെ യേശുവിൻ്റെ ശരീര സംബന്ധിയായ ഒരു തർക്കമാണ്. ആ തർക്കം എന്താ? ചില പറയാൻ തുടങ്ങി, യേശുവിൻ്റെ ശരീരം നമ്മുടെ ശരീരം പോലല്ലായിരുന്നു. ഞാനല്ല, ചില പറഞ്ഞ കാര്യമാണ്. എന്താ കാര്യം? പറഞ്ഞു, ശക്തനും നീതിമാനും വിശുദ്ധനും വിശ്വസ്തനുമായ ഒരു ദൈവത്തിന് മനുഷ്യൻ്റെ പാപം നിറഞ്ഞ മ്ലേച്ഛമായ കൊള്ളരുതാത്ത വികാരവിചാരങ്ങളുടെ ഇരിപ്പിടമായ ഒരു ശരീരം എടുത്തു വരാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ കണ്ട ശരീരമോ അതൊരു തോന്നലായിരുന്നു. ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുന്നതോ ഒരു തോന്നലായിരുന്നു. ഇതിന് പറയുന്ന പേര് ഫാൻറ്റം തിയറി എന്നാണ്. ഒരു ഫാൻറ്റം കണക്കെ ഒരാൾ ക്രൂശിക്കുന്നു, അവൻ നമുക്ക് തോന്നുന്നു മരിക്കുന്നതായിട്ട്. ആക്ച്വലി അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഒരു മായാസിദ്ധാന്തം അതാണ് സംഭവിച്ചതെന്ന് ആളുകൾ വിശ്വസിച്ചു. കുറേ പേർ അത് വിശ്വസിക്കാൻ പ്രാപ്തരായി. ഇതിനെതിരെയാണ് കൊലോസ്യ ലേഖനം എഴുതുന്നവർ. സെയിന്റ് പോൾ, യേശുവിന് വേണ്ടി പ്രാണത്യാഗം ചെയ്ത കർത്തൃദാസൻ, ഇത്തരം പ്രവണതകൾ കണ്ട് തിരിച്ചറിഞ്ഞിട്ട് മുന്നറിയിപ്പ് കൊടുക്കുക. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ തോൽപ്പിച്ച് കളയരുത്. നിങ്ങൾ പരാജയപ്പെട്ടു പോകരുത്. നിങ്ങൾ യേശുവിനെ ഒരു മനുഷ്യത്വം കൊണ്ട് അളക്കരുത്. നിങ്ങളുടെ മനുഷ്യത്വത്തിൻ്റെ പരിമിതി കൊണ്ട് അല്ലത് മനസ്സിലാക്കേണ്ടത്. വെളിപ്പാടിൻ്റെ നിഗൂഢതകളിൽ ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ കൃത്യമായി അവനത് ബോധ്യപ്പെടുത്തി തരാൻ സാധിക്കും. അതുകൊണ്ട് തിരിയേണ്ടത് യുക്തിയുടെ പിൻബലത്തിലേക്കല്ല, വെളിപ്പാടിൻ്റെ ആധിക്യത്തിലേക്കും ആഴത്തിലേക്കുമാണ്. അതുകൊണ്ടത് തിരിച്ചറിഞ്ഞ ധന്യനായ പൗലോസ്ലീഹ യേശുവിനെ കുറിച്ച് പറഞ്ഞു തരിക. ആരാണ് യേശു ക്രിസ്തു? അതിനൊരു കാരണമുണ്ട്. ആ കാരണം കൂടി ഞാനൊന്ന് വിശദീകരിക്കാം. ശ്രദ്ധിക്കണം. യേശു ഒരിക്കൽ ഈ പൗലോസ്ലീഹയെ തൊട്ടു. അടിയറ്റ് താഴെ വീഴുന്ന പൗലോസ്ലീഹ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നീ ആരാകുന്നു കർത്താവേ? പറയൂ. യേശു വളരെ ചെറിയൊരു മറുപടിയാണ് പറയുന്നത്. എന്താ യേശു കർത്താവിൻ്റെ മറുപടി എന്ന് അറിയണ്ടേ? നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഉത്തരം പൂർണ്ണമല്ല, കേവലമായൊരു ഉത്തരവാണ്, ചെറിയൊരു ഉത്തരവാണ്. അന്ന് മുതൽ പൗലോസിനൊരു ആകാംക്ഷ. ഞാൻ കൊന്നുമുടിച്ച, ഞാൻ ഉന്മൂലനം ചെയ്ത, ഞാൻ കൊന്നില്ലായ്മ ചെയ്യാൻ ശ്രമിച്ച ഒരു മാർഗത്തിൻ്റെ കാരണഭൂതനായവൻ എനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് എന്നോട് പറയുക, നീ ഉപദ്രവിച്ചത് എന്നെയാകുന്നു, എൻ്റെ നാമത്തെയാകുന്നു. അപ്പോൾ എനിക്കൊന്ന് അറിയണം, ആരാണ് നീ? അങ്ങാരാണ് ഒന്ന് പറയണം. അന്ന് മുതൽ ഈ വലിയ ചോദ്യം പൗലോസിൻ്റെ മനസ്സിൽ കിടന്നു. അവസരം കിട്ടുമ്പോഴൊക്കെ ഈ ചോദ്യം ദൈവത്തോട് ചോദിച്ചു കൊണ്ടിരുന്നു. ആരാണങ്ങ്? പറയൂ, ആരാണ്? എൻ്റെ മനന വ്യാപാരങ്ങൾക്ക് വഴങ്ങാത്ത, എൻ്റെ യുക്തിക്ക് വഴങ്ങാത്ത, എൻ്റെ അന്വേഷണങ്ങൾക്ക് വഴങ്ങാത്ത അങ്ങ് ആരാണ്? അറിയൂ പ്രിയപ്പെട്ടവരെ, ദൈവം അന്വേഷണങ്ങൾക്കും യുക്തിക്കും ഒന്നും വഴങ്ങുന്നവനല്ല. മനുഷ്യൻ്റെ പഠനങ്ങൾക്ക് വഴങ്ങുന്നവനല്ല. മനുഷ്യന് ദൈവത്തെപ്പറ്റി പഠിച്ച് ഒരു ഉത്തരത്തിലെത്താൻ കഴിയില്ല. യുക്തിബോധം കൊണ്ടുള്ള അന്വേഷണം മനുഷ്യനെ എങ്ങും എത്തിക്കില്ല. പക്ഷേ അതുകൊണ്ട് നിരാശ വേണ്ട. മനുഷ്യന് ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കും. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന് തിരുവെഴുത്ത് പറയുന്നു. അതുകൊണ്ട് മനുഷ്യന് ദൈവത്തെ അനുഭവിച്ചറിയാൻ സാധിക്കും. സെയിന്റ് പോൾ ചോദിക്കുകയാണ്, പറയൂ, ആരാണ്? ആ ചോദ്യത്തിന് കൊലോസ്യ സഭയിൽ വെച്ചൊരു ഉത്തരം കിട്ടുക. ആ ഉത്തരവ് നമ്മൾ കേട്ടത്. കൊലോസ്യരെ, നിങ്ങൾ ധരിക്കും പോലെ യേശുവിൻ്റെ ശരീരം മായാസൃഷ്ടിയല്ല. നിങ്ങൾ ധരിക്കും പോലെ യേശു ശരീരരഹിതനല്ല. എനിക്കും നിങ്ങൾക്കുമുള്ളതുപോലെ ഈ ശരീരം എടുത്തു തന്നെ വന്നവനാണ്. ഈ ശരീരം എടുത്തെങ്കിലേ മരണമെന്ന പദത്തിന് അർത്ഥമുള്ളൂ, മരിച്ചുവെന്ന് പറഞ്ഞതിൽ അർത്ഥമുള്ളൂ. മായാസൃഷ്ടിയായ ഒരു ശരീരത്തിന് മരിക്കാൻ സാധിക്കില്ല, രക്തം ചിന്താൻ സാധിക്കില്ല, പ്രാണന വിടാൻ സാധിക്കില്ല. അപ്പോൾ എൻ്റെ വീണ്ടെടുപ്പ് അപ്രസക്തമാകും. എൻ്റെ വീണ്ടെടുപ്പിൻ്റെ കാരണഭൂതൻ ഇതുപോലെ ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തിട്ട് പ്രാണനെ നമുക്ക് വേണ്ടി പകരമായി വെച്ചപ്പോൾ എൻ്റെ രക്ഷ യാഥാർത്ഥ്യമായി. അല്ലയോ കൊലോസ്യരെ, തത്വജ്ഞാനവും വെറും
വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ തെറ്റിക്കരുത്. എന്നിട്ട് എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കുക, ആരാണ് ക്രിസ്തു? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, സകല സൃഷ്ടിക്കും ആദ്യജാതൻ. വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായി ദൈവപുത്രനെ വരച്ചു കാട്ടിയിട്ട് എബ്രായർക്കെഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിനെ വിശദീകരിച്ചിട്ട് പറയുക, അവന്റെ തത്വത്തിന്റെ മുദ്ര, തേജസ്സിന്റെ പ്രഭ, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം പിതാവിന്റെ മഹിമയുടെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് മനുഷ്യരാശിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവപുത്രനെയാണ് വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. ആ ദൈവപുത്രൻ തൻ്റെ ഇഹലോകത്തിലെ പ്രവൃത്തിക്ക് തുടക്കം കുറിക്കാൻ കാനാ തിരഞ്ഞെടുത്തു എന്നതാണ് നമ്മുടെ വിവക്ഷിത വിഷയം. നമുക്കതിലേക്ക് വരാം. മറ്റൊരു ചോദ്യം ഉരുത്തിരിയാറുണ്ട് ആളുകൾക്ക്, ഈ ത്രിയേകത്വം ഇതൊക്കെ എന്തിനാണ്? നമ്മുടെ തൃത്വം എന്ന് കേൾക്കുമ്പോഴേ ചില ആളുകൾക്ക് പ്രശ്നമാണ്. തൃത്വം ചിലർക്ക് അറിയാത്തതുണ്ട്. പക്ഷെ ഒരു കാര്യം, തീർച്ചയായിട്ടും ത്രിയേകത്വം എന്ന വിഷയം സങ്കീർണതയുള്ളൊരു വിഷയമാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം, ലോക ക്രൈസ്തവരിലെ മഹാഭൂരിപക്ഷവും ത്രിയേകത്വം വിശ്വസിക്കുന്നവരായത് എന്തുകൊണ്ടാണ്? പറയാം. ദൈവം ഏകനാണെന്ന് വിശ്വസിക്കാൻ ഒരു മതഗ്രന്ഥവും വേണ്ട, സകല ജീവജാലങ്ങൾക്കും അതറിയാം. ദൈവം ഏകനാണെന്ന് പഠിക്കാൻ ഒരു പാസ്റ്ററും വേണ്ട, ഒരു പുരോഹിതനും വേണ്ട, സകല ആളുകൾക്കും അറിയാം ദൈവം ഏകനാണ്. കാരണം ദൈവമേ എന്നെല്ലാവരും വിളിക്കുന്നത് അങ്ങനെയാണ്. ആ അന്തർലീനമായി കിടക്കുക നമ്മുടെ ഉള്ളിൽ. പക്ഷെ ത്രിയേകത്വം മനസ്സിലാക്കുന്നത് വെളിപ്പാടിനാലാണ്, റെവലേഷൻ. അതിന് കാരണമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. ഒരു സങ്കല്പ ചോദ്യം നിങ്ങളോട് ചോദിക്കുക. 28ാമത്തെ ഐക്യ കൺവെൻഷനിൽ ദൈവപിതാവ് വന്നു എന്ന് വിചാരിക്കുക. നിങ്ങളാരെങ്കിലും ഈ യോഗത്തിന് വരുമോ? ദൈവപിതാവ് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ വരില്ലെന്ന് നമുക്കറിയാം. ഞാൻ വരില്ല, എൻ്റെ കാര്യം പറയാമല്ലോ. അല്ല, എൻ്റെ വീട്ടിൽ ദൈവപിതാവ് വസിക്കാൻ പോവാം സ്ഥിരമായിട്ട് അക്ഷരാർത്ഥത്തിൽ. അങ്ങനെയാണ് ഞാൻ ആ വീട്ടിലേക്ക് പോവില്ല. വേറൊന്നുമല്ല, എൻ്റെ പ്രൈവസി മുഴുവൻ പോയി. ചിരിക്കാൻ വയ്യ, ചിന്തിക്കാൻ വയ്യ, ആകെ ഭയം. ഇരിക്കുന്ന ആളാരാ? അത് മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഒരു ചെറിയ ഉദാഹരണം. ഈ പ്രിൻസിപ്പിൾ കൂടെ വരുമെങ്കിൽ നിങ്ങൾക്ക് പിക്നിക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കുഞ്ഞെ വലിയ മല്ലാണ്, മനസ്സിലായില്ലേ? അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, നടക്കരുത്, ക്യൂ തെറ്റിക്കില്ല, ആകെ പാടാം. വളരെ കർക്കശ ബുദ്ധിയുള്ള ആളാണ് പ്രിൻസിപ്പിൾ, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പറയുന്ന. പക്ഷേ നമുക്ക് എൻജോയ് ചെയ്യാൻ വയ്യ, ഭയം. പേടിച്ചൊന്നുമല്ല, വെറുത്തിട്ടൊന്നുമല്ല, ഭയം. അങ്ങനെയാണ്. എനിക്ക് 3 മക്കളാണ്. മക്കൾക്ക് ഭയങ്കര കാര്യമാണെങ്കിലും പപ്പ പുറത്തു പോയി എന്നറിയുമ്പോൾ മോന് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ വീട്ടിൽ വായന, എഴുത്ത്, പഠനം, അതിൻ്റെ ഇടയ്ക്ക് വേറെ ശബ്ദമൊന്നും പറ്റില്ല, കളിയും പരിപാടിയൊന്നും പറ്റില്ല, ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. പപ്പയോട് വെറുപ്പുണ്ടായിട്ടല്ല, പപ്പയുടെ അസാന്നിധ്യം അവന് കുറേ സ്വാതന്ത്ര്യം കൊടുക്കും. അതാ കാര്യം. ദൈവപിതാവ് നിങ്ങളുടെ വീട്ടിൽ ഇന്ന് താമസിക്കാൻ വന്നു എന്ന് പറഞ്ഞാൽ പേടി വരും. അയ്യോ, ഭയം. ഇസഹാക്കിൻ്റെ ഭയമായവൻ, ഭയമാണ്. എന്നാൽ ഇതേ കാര്യം യേശുക്രിസ്തുവിനെ പറ്റി നിങ്ങൾക്കുണ്ടോ? യേശു ഇന്ന് ഈ യോഗത്തിൽ വരിക, നമ്മളെ ഇടിച്ചു കീറും. എന്താ കാര്യം? നമുക്ക് പ്രാപ്യനാണ് യേശു. നിങ്ങൾക്ക് യേശുവിനെ തൊടാം, ആലിംഗനം ചെയ്യാം, സംസാരിക്കാം, ഏത് പ്രൈവസിയിലേക്കും യേശുവിനെ ക്ഷണിക്കാം. ഇതാണ് യേശു. തൃത്വം എന്തിനാണെന്നാണ് ഈ പറയുന്നത്. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഒന്നുകൂടി പറയാം. ഈ കാർക്കശ ബുദ്ധിയുള്ള അപ്പച്ചന്മാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. പഴയ അപ്പച്ചന്മാരൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. പിതാക്കന്മാർ മക്കളെ തല്ലും. എൻ്റെ അച്ചാച്ചൻ ചെറുപ്പത്തിൽ മരിച്ചതാണ്. അദ്ദേഹം മരിക്കുമ്പോൾ 45 വയസ്സേ അദ്ദേഹത്തിനുള്ളൂ. ഞാൻ തീരെ കുട്ടി, എനിക്ക് മുഖമൊന്നും അങ്ങോട്ട് കിട്ടണില്ല ഓർമ്മയിൽ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ ഉത്തരവാദിത്വവും മൂത്ത ചേട്ടനാണ്. നല്ല മനുഷ്യൻ, ഞങ്ങളെയൊക്കെ വളർത്തിയ ചേട്ടൻ.
ചേട്ടനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം നമ്മൾ വഴിയിൽ നിൽക്കുന്ന കണ്ടാൽ ഒരു കാരണമില്ലാതെ ഒരു തല്ല് തരും. നമ്മൾ ദോഷമൊന്നും ചെയ്യാൻ നിൽക്കില്ല, ഒരടി നമുക്കിട്ട് ഉറപ്പാണ്, കയറിപ്പോടാന്നും പറയും, മുടിഞ്ഞു പോരും. നമുക്ക് തന്നെ പിന്നെ അറിയാം ഇതൊരു കോട്ടയാ, നമുക്കുള്ളതാണ്, അതുകൊണ്ട് അവിടെ നിൽക്കേണ്ട, പോയേക്കാം. നമ്മൾ തെറ്റിപ്പോകുമെന്നുള്ള ചിന്ത കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗൗരവം പ്രവർത്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ചേട്ടനെക്കുറിച്ചുള്ള അന്നത്തെ സങ്കല്പം എന്തോ ഭയം, വല്ലാത്ത ഭയം. എനിക്ക് ഒരു മോളുണ്ടായപ്പോൾ സ്ഥിതി മാറി. ഈ മോളെ ഞാൻ ഇതുപോലെ ശിക്ഷിക്കാൻ ചേട്ടൻ അനുവദിക്കില്ല. ആ കുഞ്ഞിനെ എടുക്കും, നീ തല്ലരുത്, ഭയങ്കര പ്രശ്നമാണ്. മുത്തച്ഛൻ ഇതുപോലെയാ, മകനെ തല്ലും, കൊച്ചുമകനും തല്ലില്ല. കൊച്ചുമകനെ ആരും തല്ലാൻ സമ്മതിക്കില്ല. മുത്തശ്ശി ഇതുപോലെ കൊച്ചുമോനെ തല്ലാൻ പറ്റില്ല, വീണാൽ അദ്ദേഹം പോയി എടുക്കും, ഭയങ്കര കെയർ. അട്ട നമ്മളെയൊക്കെ തല്ലിയ ഒരു അപ്പനില്ല, വഴിയിലിട്ടടിച്ച, സ്കൂളിൽ വന്ന് വഴക്ക് പറഞ്ഞ, ഒരുതരം മൊശടത്തരം കാട്ടിയ ഒരപ്പൻ ഉണ്ട്. കാലമേറെക്കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞിരുന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു അപ്പനെപ്പറ്റി? നിങ്ങൾ പറയും, തല്ലിയാലും വഴക്ക് പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും എനിക്കിഷ്ടം ആ അപ്പനെയാണ്. ശരിയല്ലേ? എനിക്കിഷ്ടം ആ പപ്പായാണ്. ഇതിനൊരു കാരണമുണ്ടേ, മനഃപൂർവ്വം തല്ലിയതല്ല അപ്പ, നേരാവണ്ണം വഴി നടത്താൻ തല്ലിയതാ. സ്വർഗത്തിലെ അപ്പൻ ആദമ്യകുലത്തെ ഒരിക്കൽ പാപം നിമിത്തം ഏതിന് പുറത്തു പോകാൻ കൽപ്പിച്ച നാൾ മുതൽ ആ ഹൃദയത്തിൽ രൂപപ്പെട്ട ഒരു വേദനയുണ്ട്. ആ ഹൃദയത്തിലെ ശൂന്യത പൂരിപ്പിക്കാൻ തൻ്റെ പുത്രനെ ജഡം ധരിപ്പിച്ച് ലോകത്തിലേക്ക് വിട്ടത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ? ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം സുഗമമാക്കാൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ തങ്ങളുടെ രക്ഷാനായകനായവനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമെന്ന് പിതാവ് കണ്ടു. ഇതാ നമ്മെക്കൊണ്ട് പിതാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പ്രഖ്യാപിക്കാനിടയായി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കാര്യം അറിയാം. ലോകത്തിൽ എല്ലാ മതങ്ങളും വിശ്വാസ സംഹിതകളും ദൈവത്തെ സ്ഥാനപ്പേർ ചൊല്ലി അഭിസംബോധന ചെയ്യാറുണ്ട്, സ്ഥാനപ്പേർ ചൊല്ലി വിളിക്കാറുണ്ട്. ഈശ്വരനെന്നും അതത് ഭാഷകളിൽ വിളിക്കാറുണ്ട്. പക്ഷേ യേശുവിൻ്റെ അനുഗാമികൾ ദൈവത്തെ വിളിക്കുന്നത് സ്ഥാനപ്പേർ ചൊല്ലിയല്ല. You know how we people addressing God. The followers of Christ, we people addressing God as Father. Only we people addressing Almighty as Father. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്ന ഒരൊറ്റ മാർഗം ഉലകത്തിലുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ അനുഗാമികളുടെ മാർഗമാണ്. ഹൃദയം തുറന്നവനെ പിതാവ് എന്ന് വിളിക്കാനുള്ള ആർജവം എനിക്ക് തന്നത് യേശു ക്രിസ്തുവിൻ്റെ നിർദോഷ രക്തമാണ്. ആ നിർദോഷ രക്തം, നിഷ്കളങ്ക രക്തം എനിക്കായി ചൊരിയപ്പെട്ടപ്പോൾ എൻ്റെ കാബൂൽ ദേശത്തിൻ്റെ ഇരുട്ട് മാറി, അജ്ഞത മാറി, അന്ധത മാറി, ഒരു പുത്തൻ ഉണർവ് ജീവിതത്തിൽ കൈവരിച്ച് എൻ്റെ മനുഷ്യത്വം എനിക്ക് ലഭിച്ചത് യേശു ക്രിസ്തുവിൽ കൂടിയാണ്. അതുകൊണ്ട് യേശു പഠിപ്പിച്ചു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അങ്ങനെ വരുമ്പോൾ പുത്രൻ നമുക്ക് തരുന്നത് സ്നേഹമാണ്, പിതാവിനോട് നമുക്ക് ബഹുമാനമാണ്. പുത്രൻ സ്നേഹിച്ച് 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 സ്നേഹം മാത്രം പകരുന്ന ദൈവപുത്രൻ്റെ ആലിംഗനബദ്ധമായ ആ സ്നേഹം ശിക്ഷയില്ലാത്ത സ്നേഹം, സ്നേഹം മാത്രം. അങ്ങനെ എന്നാൽ നിങ്ങൾ തെറ്റിപ്പോകാനിടയുണ്ട്, ശിക്ഷയില്ല. ഒരു വീട്ടിൽ മാതാപിതാക്കൾ കുട്ടിയെ ശിക്ഷിക്കുന്നില്ലെങ്കിൽ തെറ്റിപ്പോകാനിട വരും. അപ്പോൾ എന്തു ചെയ്യും? സ്നേഹം മാത്രം പ്രതിഫലിപ്പിക്കുന്ന ദൈവപുത്രൻ നമ്മെ ശിക്ഷിച്ച് ശീലമില്ല, കരുണ മാത്രം. യേശുവിനെ സ്വീകരിച്ച നാൾ മുതൽ ആ കരുണ മാത്രം ആസ്വദിക്കുന്ന ദൈവമക്കൾ ഇവിടെയുണ്ട്. അവൻ നമ്മുടെ പാവങ്ങൾക്ക് തക്കവണ്ണം നമ്മോട് ചെയ്യുന്നില്ല. അവൻ നമ്മുടെ അകൃത്യങ്ങളൊക്കെ ക്ഷമിക്കുന്നു. ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു.
ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്ന പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ അകറ്റുന്ന മഹാദൈവം. അപ്പോൾ വഷളായി പോകുന്ന മനുഷ്യനെ ചെറിയ ശിക്ഷ ആവശ്യമാണ്. ഈ ശിക്ഷ നൽകാൻ ദൈവം നമുക്കൊരു മെൻറ്ററെ ആക്കിയിട്ടുണ്ട്. അതാ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്താ? ദൂഷണം പറഞ്ഞാൽ ശിക്ഷിക്കും, തെറ്റ് ചെയ്യുമ്പോഴൊക്കെ ശിക്ഷിക്കും. പിതാവിനോട് ബഹുമാനം, പുത്രനോട് സ്നേഹവും ആദരവും. ദൈവപരിശുദ്ധാത്മാവ് എൻ്റെ മാർഗദർശിയാണ്. നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഈ പ്രക്രിയയ്ക്ക് വേണ്ടി യഹോവ നല്ലവനെന്ന് രുചിച്ചറിയാൻ ഈ പ്രക്രിയയ്ക്ക് വേണ്ടിയാണ് ദൈവിക തൃത്വം എന്ന രഹസ്യം നിലകൊള്ളുന്നത്. അതുകൊണ്ട് ദൈവിക തൃത്വം ആസ്വദിച്ചറിയേണ്ട ദൈവപ്രവൃത്തിയുടെ പേരാണ്. അങ്ങനെയെങ്കിൽ ഇതാ കാനാവിലെ കല്യാണ വേളയിൽ യേശു എന്താണ് ഇവിടെ അവതരിപ്പിക്കുന്നത്? കേവലം വന്നിരിക്കുന്ന ആളുകൾ വീഞ്ഞു കുടിച്ചു പോകട്ടെ എന്നല്ല, ഭക്ഷണം കഴിച്ചു പോകട്ടെ എന്നല്ല, ഒരു പുതുയുഗത്തിന് തുടക്കം കുറിക്കാൻ യേശു അവിടെ ഒരു പുതു പ്രസ്താവന യേശുവിലൂടെ പുറത്തു വരിക, ഒരു പുതു പ്രമേയം പുറത്തു വരിക. കല്ലുകളിൽ വരച്ച മരണത്തിൻ്റെ ശുശ്രൂഷ കണ്ട് ഭയചകിതരായ പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണ വക്താക്കളായ ആളുകൾ കൂടിയിരിക്കുന്ന മണ്ഡലത്തിൽ യേശു ഒരു കാര്യം ബോധ്യപ്പെടുത്തുക. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ പച്ചവെള്ളത്തെ മാരകമായ രക്തമാക്കി മാറ്റി ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചപ്പോൾ ഇവിടെ ഇതാ പുതു നിയമത്തിൻ്റെ മധ്യസ്ഥൻ കൃപയുടെ സുവിശേഷം കൊണ്ട് ഏറ്റവും ഗുണപ്രദമായ സ്വീകാര്യമായ ഉന്മേഷദായകമായ ഒരു വലിയ വസ്തുത നമുക്ക് വേണ്ടി തരിക. അതാണ് ഈ വൈനിലൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് കേവലമായ ഒരു വൈനിൻ്റെ ആസ്വാദനത്തിനപ്പുറത്ത് വലിയൊരർത്ഥം അതിനുണ്ട്. എന്താണ് അർത്ഥം? ഈ ഭൂപ്രദേശത്ത് നിന്ന് ധാരാളം ആളുകൾ യേശുവിനെ അനുഗമിച്ചു വന്നു എന്നുള്ളതാണ് സത്യം. ധാരാളം പേര് യേശുവിനെ അനുഗമിച്ചു വന്നു. യേശുവിൻ്റെ ശിഷ്യഗണങ്ങളിൽ അധികവും യേശു പെറുക്കിയെടുത്തത് ഈ ഭൂപ്രദേശത്ത് നിന്നാണ്. ഗലീലിയ എന്ന അപരിഷ്കൃത മേഖലയിൽ നിന്ന് യേശുവിന് ധാരാളം ആളുകളെ കിട്ടി. ഇപ്പോൾ യേശുവിൻ്റെ ഓൺ ബ്രദേഴ്സുണ്ട്, സ്വന്തം സഹോദരന്മാരുണ്ട്. യോസെഫ് മറിയ ദമ്പതികളുടെ മക്കളായി പിറന്ന മറ്റു കുട്ടികളുണ്ട്. അവരുടെ പേരാ യാക്കോബ്, യോസെ, യൂദ. അതാ ബൈബിളിൽ പറയുന്നത്, ഇവൻ യാക്കോബ്, യോസെ, യൂദ എന്നിവരുടെ സഹോദരനല്ലയോ, ഇവൻ തച്ചനല്ലയോ, ഇവൻ്റെ സഹോദരിമാരും നമ്മോട് കൂടെ ഇല്ലയോ? കുറഞ്ഞ പക്ഷേ ഒരു 5 പേരെങ്കിലും ബ്രദേഴ്സ്, 3 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സും ഉണ്ട്. സഹോദരിമാരും നമ്മോട് കൂടെ ഇല്ലയോ? 3 ആളുകളുടെ പേരും പറയുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇവരിൽ ഒരാൾ ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നത്? കാരണം യേശുവിൻ്റെ സഹോദരങ്ങളാരും യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നവരെ യേശുവിൽ വിശ്വസിച്ചേ ഇല്ലെന്നാണ്. വിശ്വസിച്ചില്ല. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്ന ആരും ഇവിടെ നിൽക്കുന്നില്ല. ഗലീലയിൽ ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? ആളും അർത്ഥവുമില്ലാത്ത, ആരവാരമില്ലാത്ത ഈ ഭൂപ്രദേശത്ത് നീ ചെന്നാൽ മാധ്യമ ശ്രദ്ധ കിട്ടുമോ? ആളുകൾ ശ്രദ്ധിക്കുമോ? ഗോ ടു ജെറുസലേം ആൻഡ് പെർഫോം മിറക്കിൾ ഓവർ ദേർ. നീ പോവുക എവിടെ? ജെറുസലേമിൽ. അവിടെ ചെന്ന് ഇതൊക്കെ ചെയ്യുക. ഈ വാക്കൊന്നും യേശു കേട്ടില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? ആളും പേരുമില്ലാത്ത, മാധ്യമ ശ്രദ്ധ കിട്ടാത്ത ഗലീലിയ എന്നറിയപ്പെടുന്ന കുഗ്രാമത്തിൻ്റെ മേഖലകളിൽ യേശു എന്ന ഒരു വ്യക്തി അരാമിക് ഭാഷയിൽ മാത്രം സംവാദിച്ച് അത് കേൾക്കുന്ന മനുഷ്യരോട് മാത്രം ഇടപഴകി അവൻ നടത്തിയ അത്ഭുത പ്രവൃത്തികൾ ഭൂമിയുടെ 5 വൻകരകളിലും ഒരുപോലെ പ്രസംഗിക്കപ്പെടുമെങ്കിൽ അവിരാമ മലയടിക്കുന്ന ഒരു കടൽ പോലെ അവൻ്റെ ശബ്ദം പ്രകമ്പനം കൊള്ളിക്കുമെങ്കിൽ, അല്ലയോ സഹോദരങ്ങളെ, തിരിച്ചറിയുക, അവൻ്റെ പ്രവൃത്തിയുടെ ജീവനും ചൈതന്യവും തുടിപ്പുമാ അതിൻ്റെ പിന്നിലെ കാരണം. അവൻ പ്രസിദ്ധനാകാൻ ആഗ്രഹിച്ച് ചെയ്തതല്ല, പക്ഷേ അവൻ്റെ പ്രസിദ്ധി കാലങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെയും ഒരുപോലെ മുഴങ്ങിക്കേൾക്കുമ്പോൾ ലോകത്തേറ്റവും അധികം പ്രസംഗിക്കപ്പെട്ട വ്യക്തി യേശുവാണ്. ലോകത്തേറ്റവും അധികം കേട്ടത് യേശുവിനെ പറ്റിയുള്ള പാട്ടുകളാണ്. ലോകത്തേറ്റവും അധികം ആരാധ്യരുള്ളത്, അനുഗാമികളുള്ളത് യേശുവിനാണ്, ഈ നാമത്തിനാണ്. എന്താണ് കാരണമെന്നറിയണ്ടേ? ആ വാക്കിൻ്റെ ചൈതന്യവും ജീവനും അതാണ് അതിൻ്റെ പിന്നിലെ വികാരം. അതുകൊണ്ട് മറ്റൊന്നുകൂടി മനസ്സിലാക്കുക, ലോകത്തേറ്റവും അധികം ആളുകൾ മരിച്ചു വീണ മാർഗം യേശുവിൻ്റെ മാർഗമാണ്. 1ഉം 2ഉം പേരല്ല, ജനകോടികൾ പ്രാണത്യാഗം ചെയ്ത് പ്രാപിച്ചെടുത്ത മാർഗത്തിൻ്റെ പേരാ ക്രിസ്ത്യാനിത്വം. അതുകൊണ്ട് ആ തിരുവെടുത്ത് പറയുന്നത്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രയേ വേണ്ടത്. അങ്ങനെ ജനകോടികൾ 1-ാം നൂറ്റാണ്ട് മുതൽ ഇതുവരെ ലോകത്തിൻ്റെ പല മണ്ഡലങ്ങളിൽ നിഷ്കരണം വധിക്കപ്പെട്ടപ്പോൾ ആ പ്രാണൻ പോലും ഗൗരവത്തിലെടുക്കാതെ സ്വന്തം പ്രാണനെ ഏൽപ്പിക്കാൻ കാരണമെന്താ?
ഈ പുസ്തകത്തിൻ്റെ മഹനീയത, അത് പഠിപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ ഉദാത്തമായ മാതൃക. അതുകൊണ്ട് ഒന്ന് ദൈവത്തിൻ്റെ ജനം ഇന്ന് മനസ്സിലാക്കണേ, ഈ പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നവൻ ജെറുസലേമിലേക്ക് പോ. യേശു പോയില്ല. പക്ഷെ ഒരു കാര്യം, യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റത് വിശ്വസിക്കാത്ത ഒരുത്തൻ്റെ മുമ്പിൽ യേശു പോയി നിന്നു. വേറെ ആരുമില്ല, സ്വന്തം ബ്രദറാ. വീട്ടിലെ ആ പുള്ളിയെ വിശ്വസിച്ചില്ല. പിണക്കമൊന്നും ഉണ്ടായിട്ടല്ല, അവർ ജ്യേഷ്ഠനായി കണ്ടതാ. മുമ്പ് നിൽക്കുന്ന യേശു പേടിപ്പിക്കാൻ വന്നല്ല, വിസ്മയിച്ചു, അവനോട് സംസാരിച്ചു. ഇല്ലാതെ ഇങ്ങനെ മരിച്ചൊരാൾ വന്ന് പേടിപ്പെടുന്ന പോലല്ല യേശുവിൻ്റെ കാര്യം. ഹൃദയംഗമായി സംസാരിച്ചു. അങ്ങനെ യാക്കോബ് എന്ന തൻ്റെ അനുജൻ യേശുവിനെ വിശ്വസിക്കുക മാത്രമല്ല, അതിവേഗം മറ്റപ്പോസ്തലന്മാരെ പോലെ വചനം പഠിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത് ഒരു കരുത്തനായ സുവിശേഷകനായി മാറി. അദ്ദേഹം ഈ യാക്കോബിൻ്റെ ലേഖനം ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. യേശുവിൻ്റെ ബ്രദറായിരുന്നു. സ്തോത്രം. ഇദ്ദേഹമാണ് യെരുശലേം സഭയുടെ നേതാവായി പിന്നീട് വളർന്നു. പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നവൻ യെരുശലേമിലേക്ക് പോകണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു സ്വയം പോകുകയല്ല ചെയ്തത്. തൻ്റെ ബ്രദറിനോട് പറഞ്ഞു, നീ പൊക്കോട്ടെ, നീ പ്രീച്ച് ചെയ്തോ, നീ എൻ്റെ നാമത്തെ ഉയർത്തിക്കൊള്ളോ, നിനക്കവിടെ പോകാം. ഇവിടെ ഒരു കാര്യം കൂടി കേൾക്കുക. ഈ ഗലീലയിൽ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ പ്രസിദ്ധി കിട്ടില്ലെന്നാ ധരിച്ചതെങ്കിൽ, ഈ ഗലീലയായിലൊരു പട്ടണമുണ്ട്, നസ്രത്ത്. യേശു തൻ്റെ പേരിനൊപ്പം സ്വീകരിച്ചത് നസ്രായൻ എന്ന വിളിപ്പേരാണ്. യേശുവിനെ സ്വീകരിക്കാൻ പറ്റിയ മറ്റൊരു പേരുണ്ടായിരുന്നു, അത് ബേദലഹേമിൻ എന്ന പേരാ. അതൊരു പ്രമുഖ നഗരമായിരുന്നു, അന്നും ഇന്നും പ്രസിദ്ധമായൊരു നഗരമാണ്. അത് യഹൂദ്യ പട്ടണമാണ്, ദാവീദിൻ നഗരമാണ്. ദാവീദിൻ്റെ ചെറുമകനെന്ന് ലോകം വിശ്വസിച്ചു പോരുന്ന യേശുവിന് ആ പേര് അപരാഭിധാനമായി തൻ്റെ പേരിനൊപ്പം സ്വീകരിക്കാം. പക്ഷേ പേരും വിലയും നിലയുമില്ലാത്ത ഒരു കുഗ്രാമത്തിൻ്റെ പേര് തൻ്റെ പേരോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നസ്രായൻ എന്ന് അവൻ വിളിക്കപ്പെടുന്നതിൽ അഭിമാനിക്കാൻ കാരണമെന്താ? ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പ് കൊണ്ട് ഇന്ന് രാത്രി ഞാനും നീയും യേശുവിനെ അനുഗമിക്കുന്നതെങ്കിൽ, കഴിവല്ലതിൻ്റെ പിന്നിലെ വികാരം എന്നെയും നിന്നെയും വിളിച്ച വിളിയുടെ ശ്രേഷ്ഠതയാണെങ്കിൽ, ഏതിരുണ്ട മണ്ഡലത്തിലും തകർന്നവൻ, തോറ്റു തുന്നമ്പാടിയവൻ, പരാജയ ഭീതി നേരിട്ടവന് വിജയിക്കാൻ പറ്റിയ ഒരൊറ്റ മാർഗമാണ് യേശുവിൻ്റെ നാമം. ആ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരാൾക്കും രക്ഷിക്കപ്പെടുമെന്ന് ഈ തിരുവെഴുത്തെഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൻ്റെ തകർച്ചയുടെ പരിണിതികളിൽ ഇനി ഒരു വരവും തിരിച്ചില്ല എന്നോർക്കുമ്പോൾ, അവരുടെ മുമ്പിലേക്ക് ഇതാ യേശു ആഗതനായി നിൽക്കുമ്പോൾ, അവനെ കണ്ടിട്ട് മറിയ പറഞ്ഞു കൊടുക്കുക, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. ആ വാക്ക് കേട്ട് ചെയ്തവൻ ലജ്ജിക്കാൻ ഇടവരാതെ അവങ്കലേക്ക് നോക്കി പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു വകയില്ല. ലജ്ജിക്കാത്ത മുഖത്തോടെ യേശുവിനെ ഉയർത്തുവാൻ, യേശുവിനെ പ്രസംഗിക്കുവാൻ ലഭ്യമായ നല്ല നിമിഷങ്ങളും സാഹചര്യങ്ങളും അവൻ നമുക്ക് 28-ാം വർഷവും തന്നെങ്കിൽ ഒന്ന് ഉറപ്പാക്കി വേണം ദൈവമക്കൾ ഇവിടം വിട്ട് കടന്നു പോകാൻ. അത് മറ്റൊന്നുമല്ല, ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന രക്ഷയുടെ ശ്രേഷ്ഠത, സവിശേഷത. ഞാൻ ഇന്നലെ നമ്മുടെ സതീഷ് പാസ്റ്ററുടെ വൈഫിൻ്റെ നാട്ടിലാണ് പ്രസംഗിക്കാൻ പോയത്. അവരെയൊക്കെ ഒരു മിന്നായം പോലൊക്കെ കണ്ടു. ഒന്ന് വിഷ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയുണ്ട്. പ്രമുഖനായ, ചരിത്രത്തിലേറെ ശ്രദ്ധേയനായ നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെ ജന്മദേശമാണ് വെങ്ങാനൂർ. അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപമൊക്കെ ഞാൻ പോയി കണ്ടു പഠിക്കാനായിട്ട്. ഒട്ടേറെ ചരിത്ര വസ്തുക്കൾ ഇന്ന് കിടക്കുന്ന ഒരു സ്ഥലത്ത്. അവിടെയാണ് ഞങ്ങളുടെ യോഗം കഴിഞ്ഞ ദിവസം നടന്നത്. ഇതുപോലെ ആളുകൾ അവിടെയും കൂടി. ആളുകൾ കൂടുമ്പോൾ ഞാൻ സുവിശേഷം പ്രസംഗിച്ചതിനോട് ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു. ഇരുണ്ട് കിടന്ന കേരളക്കരയിൽ അക്ഷരത്തിൻ്റെ വെളിച്ചം കൊടുത്തത് സുവിശേഷമാണ്. അതപ്പതിച്ചു കിടന്ന ഇന്ത്യ മഹാരാജ്യത്തിന് മാനവികതയുടെ പുത്തൻ ദർശനങ്ങൾ ഒതുക്കിക്കൊടുത്തത് സുവിശേഷമാണ്. അത് ഇന്ത്യക്കും കേരളത്തിനും മാത്രമല്ല, ലോകത്തിൻ്റെ വെളിച്ചമായി യേശു ഭവിച്ചപ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയണ്ടേ? ലോകത്തിലെ ഏറ്റവും ആധികാരികവും നൂതനങ്ങളുമായ കണ്ടുപിടുത്തങ്ങൾ, മനുഷ്യൻ ഇന്ന് ആർജിച്ച ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഈ വളർച്ചയൊക്കെ വെളിച്ചമാണെങ്കിൽ, ഈ വെളിച്ചം ലോകത്തിന് കൊടുത്തത് യേശുവിൻ്റെ സുവിശേഷം വിശ്വസിക്കുന്ന ആളുകളാണ്. ഞാനൊരു സംവാദത്തിൽ ഒരു നിരീശ്വര സുഹൃത്തിനുമായി സംസാരിക്കുമ്പോൾ ചോദിച്ചു, സുഹൃത്തെ, കഴിഞ്ഞ 2 നൂറ്റാണ്ട് നിങ്ങൾ ലോകത്തിന് കൊടുത്ത ഒരു സംഭാവന പറഞ്ഞാട്ടെ. ഞങ്ങളോട് ചോദിക്കുക, ആൽബർട്ട് ഐൻസ്റ്റീൻമാരെ, ഐസക് ന്യൂട്ടന്മാരെ, മൈക്കൽ ഫാരഡേമാരെ, ലോകം ഇന്ന് കാണുന്ന വിധത്തിലേക്ക് ഇതിനെ പരിഷ്കരിക്കാൻ പ്രാപ്തരായ
നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് നവോത്ഥാന നായകന്മാരെയും സയൻറ്റിസ്റ്റുകളെയും വാർത്തെടുത്ത മാർഗമാണ് യേശുവിൻ്റെ അനുഗാമികളുടെ മാർഗം. അത് പഠിക്കാനും ഗ്രഹിക്കാനും തടസ്സങ്ങളില്ലായിരുന്നു. ആർക്കും അക്ഷരം വിലക്കാതെ ഇന്ത്യ മഹാരാജ്യത്തെ സംസ്കാരത്തിൻ്റെ പുത്തൻ മണ്ഡലത്തിലേക്ക് ആനയിക്കാൻ ബൈബിളിൻ്റെ പ്രചാരകർ വഹിച്ച പങ്ക് വളരെയാണ്. ഇന്നതിനെ മതപരിവർത്തനമെന്നൊക്കെ ചുരുക്കിക്കാണുമ്പോൾ കേവലമായ മതപരിവർത്തനത്തിൻ്റെ ആ ലേവലിൽ ഒതുക്കി കാണാതെ ചരിത്രപരമായൊരു കാര്യം നിങ്ങൾ പഠിക്കുക. മനുഷ്യരിന്ന് കേരളക്കര ആർജിച്ചിരിക്കുന്ന എല്ലാത്തരം പുരോഗതിയുടെയും പിന്നിൽ ബൈബിൾ വഹിച്ച പങ്ക് വളരെയാണ്. അതിൻ്റെ പ്രചാരകർ വഹിച്ച പങ്ക് വളരെയാണ്. അക്ഷരവും അപ്പവും വിലക്കപ്പെട്ട മണ്ഡലത്തിലേക്ക് സാർവത്രിക വിദ്യാഭ്യാസത്തിന്റെ വഴികൾ തുറന്നു കൊടുത്തത് ബൈബിളിന്റെ പ്രചാരകരാണ് എന്ന് ആത്മാഭിമാനത്തോടെ ഒരിക്കൽ കൂടി പറയുമ്പോൾ ഇരുളിലിരുന്ന ദേശം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് പറയത്തക്ക വിധം കേരളത്തെ ജ്വലിപ്പിച്ച ഈ മഹാസന്ദേശം ഒരിക്കൽ കൂടി ആവർത്തിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മറ്റൊന്നില്ല. ഏതിരുട്ടിലും പ്രകാശിപ്പിക്കപ്പെടുന്ന ഈ സന്ദേശത്തിന്റെ സാധ്യത അത്രമാത്രം ചേതോകരമാണ്. അതുകൊണ്ടാണ് ഇരുളിരുന്ന ജനത്തിന് വലിയ വെളിച്ചം കാണാൻ സാധിച്ചത്. യേശു ഈ കാബൂൽ ദേശത്ത്, ഇരുണ്ട ദേശത്ത്, അജ്ഞതയുടെ ദേശത്ത്, അന്ധകാരത്തിൻ്റെ ദേശത്ത് ചെന്ന് പ്രസംഗിച്ചു. എനിക്കുന്നൊരു കാര്യം അറിയോ? ലോകത്ത് മലയാളികളെക്കാൾ അംഗസംഖ്യ കുറഞ്ഞ ഒരു ജനതയുടെ പേരാണ് ജൂതൻ. മൈക്രോ മൈനോറിറ്റിയാണ്. നമ്മളെക്കാൾ അംഗസംഖ്യ കുറവാണ്. പക്ഷെങ്കിൽ 200-ൽ പരം നോബൽ സമ്മാനം ആ ചെറിയ സമൂഹം കരഗതമാക്കി. 200-ൽ പരം. മലയാളി ആരുമില്ല. നോബൽ സമ്മാനം ഇതുവരെ ആർക്കും കിട്ടിയായിട്ട് എനിക്കറിയില്ല. കിട്ടുന്നെങ്കിൽ നമ്മളൊക്കെ അറിയും. 200-ൽ പരം നോബൽ സമ്മാനം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മാഡം ക്യൂറിയും പിയറി ക്യൂറിയും അടക്കമുള്ള പ്രമുഖരായ ലോകത്തിലെ സയൻറ്റിസ്റ്റുകളൊക്കെ ആ സമൂഹത്തിൽ നിന്ന് വന്നവരാ. ഞാനവരെ ഉയർത്തിപ്പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണേ. പണ്ടവർ അജ്ഞതയുടെ കാബൂൽ ദേശത്ത് കിടന്നവരാ. അറിവും വെളിവും വിലക്കും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകളാ. യാതൊരു തരത്തിലും സമൂഹം ആദരിക്കാത്ത ആളുകളാ. പക്ഷേ യേശു ഗലീലയിലെ 20 പട്ടണങ്ങൾ വഴി തലങ്ങും വിലങ്ങുമൊന്ന് നടന്നപ്പോൾ അന്തരീക്ഷം മാറി, സ്ഥിതിഗതികൾക്ക് മാറ്റം വന്നു. അവൻ്റെ സാന്നിധ്യം ആ മണ്ഡലത്തെ മാറ്റിമറിച്ചു. ഇന്ന് അറിവിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് അവർക്ക് നടന്നെടുക്കാൻ സാധിച്ചതിൻ്റെ പിന്നിലെ പ്രമേയമെന്താ, ഉള്ളടക്കമെന്താ? അതാ യേശു സാന്നിധ്യം അവർക്ക് കൊടുത്ത ധൈര്യമാണെങ്കിൽ ഇതാ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ മുന്നേറാനാവാതെ തകർച്ച ഭവിച്ച ഒരാളെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഒന്നുറപ്പാക്കിക്കൊള്ളണം, ഇന്നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും കരുതിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇത് സമാധാനത്തിൻ്റെ സന്ദേശമാണ്, വിടുതലിൻ്റെ സന്ദേശമാണ്, സാർവത്രികതയുടെ സന്ദേശമാണ്. ഒന്ന് ബോധ്യപ്പെടുത്തി ഞാൻ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു ഈ വെള്ളം വീഞ്ഞാക്കി തൻ്റെ പ്രവൃത്തി ഒരിക്കലായി തീർത്തു പോകുകയല്ല. അതൊരിക്കലായി അസ്തമിച്ച പ്രവൃത്തിയല്ല. 40-ൽ പരം പ്രബലങ്ങളായ അത്ഭുതങ്ങളുടെ ലിസ്റ്റ് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിലധികമുണ്ട്. ഈ അത്ഭുതങ്ങൾക്കെല്ലാം വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. എന്തെല്ലാം വ്യത്യസ്തങ്ങളായ രീതിയിൽ യേശു ഒരു ജനത്തോട് ഇടപഴകി എന്ന് വ്യക്തമാക്കി കൊടുക്കുന്ന 100 കണക്കിന് സന്ദേശങ്ങൾ ഈ പുസ്തകത്തിൽ ലഭ്യമാണ്. ഈ പുസ്തകത്തിൻ്റെ 2000 വർഷങ്ങളുടെ ചരിത്രം പ്രിയപ്പെട്ടവർ പരതിയാൽ ഒരു കാര്യം ഉറപ്പാ, യേശു പറയുന്നത് പോലെ ആരും പറഞ്ഞിട്ടില്ല. യേശു പഠിപ്പിച്ചതുപോലെ ആരും പഠിപ്പിച്ചിട്ടില്ല. യേശു ജീവിച്ചതുപോലെ ആരും ജീവിച്ചിട്ടില്ല. സ്വകാര്യ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അപവാദത്തിന് ഇടകൊടുക്കാതെ, വ്യക്തിപരമായ ജീവിതത്തിൽ ആർക്കും ഒരു അവഹേളനത്തിന് ഇടകൊടുക്കാതെ യേശു ഒരിക്കൽ ഒരു ദേവാലയത്തിന് എന്നിട്ട് പറയാ, നിങ്ങളിൽ ആർക്കെന്റെ പാപത്തെ ബോധ്യം വരുത്താം. അങ്ങനെ സ്വന്തം ജീവിതത്തെ തുറന്ന പുസ്തകമായി മനുഷ്യരാശിക്ക് മുമ്പിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ചലഞ്ച് ചെയ്യാൻ, ഒന്ന് വെല്ലുവിളിക്കാൻ പോലും ആർക്കും സാധിക്കാത്ത അപൂർവ വ്യക്തിത്വത്തിൻ്റെ പേരാ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഈ ഗലീലയിലേക്ക് യേശു വരുമ്പോൾ മുൻകൂട്ടി യേശു അത്ഭുതമൊന്നും ചെയ്തിട്ടില്ല. ആദ്യത്തെ അത്ഭുതം. പക്ഷെ യേശുവിൻ്റെ അടുത്ത് മറിയ വന്ന് പറയുമ്പോൾ മറിയുടെ പ്രതീക്ഷ എന്താ? ഒരു കാര്യമൊന്ന് ധരിപ്പിക്കുക. ഒരു പോംവഴി യേശു പറയും. കാരണം യേശു ജ്യേഷ്ഠനും കൂടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമല്ലോ. ഒരു പോംവഴിക്ക് വന്ന മറിയുടെ വാക്കിനെ യേശു മുഖവിലേക്ക് എടുക്കുന്നില്ല. ആ ശുപാർശയല്ല പരിഗണിക്കുന്നത്. എൻ്റെ സമയം, എൻ്റെ നാഴിക, ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ മറിയുടെ ശബ്ദം, അവനെന്തെങ്കിലും കൽപ്പിക്കും, അത് ചെയ്യണം. യേശു എന്ത് കൽപ്പിക്കുമെന്ന് കാത്തിരുന്നപ്പോൾ കൽഭരണികൾ എടുക്കുക. അവർ സംശയിച്ചില്ല. കൽപ്പിച്ചത് അവനാണെങ്കിൽ
ഞങ്ങൾ കൽഭരണി എടുക്കും, വെള്ളമൊഴിക്കുക, ഒഴിച്ചു. എന്നിട്ട് പറയുക, ഈ വെള്ളമെടുക്കുക, ഇതുകൊണ്ട് വിരുന്ന് വാഴിക്ക് കൊടുക്കുക. ഈ വെള്ളമെടുക്കുമ്പോഴും പാത്രങ്ങളിൽ നിറയ്ക്കുമ്പോഴും അവരറിഞ്ഞില്ല ഏത് ഘട്ടത്തിലാണ് ഇതിനകത്തൊരു മാറ്റം സംഭവിച്ചത്, എപ്പോഴാണ് വെള്ളം പരിവർത്തിക്കപ്പെട്ടത്, അറിയുന്നില്ല. ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരു സംഭവം പറയാം. വർഷങ്ങൾക്കപ്പുറത്ത് ഇംഗ്ലണ്ടിലൊരു കലാലയത്തിൽ തിയോളജിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലെ കലാലയങ്ങളിൽ ബൈബിൾ പഠിക്കണമായിരുന്നു. ആ ക്ലാസ്സിൽ അധ്യാപകൻ കുട്ടികൾക്കൊരു പരീക്ഷ ഇട്ടു. ആ പരീക്ഷ ഈ കാനാവിലെ കല്യാണത്തെപ്പറ്റി വിശദീകരിക്കാനായിരുന്നു. വിശദീകരണം നടന്നു. കുട്ടികൾ ഓരോന്നെഴുതി. ഒരു കുട്ടിക്ക് മാത്രം എഴുതാൻ പറ്റണില്ല. അവൻ അത്തരത്തിൽ വലിയ അറിവുള്ള ആളുമല്ല. കുറേ നേരം അവൻ ആ പേനയും പിടിച്ച് പേപ്പറും കയ്യിലെന്തിയിരിക്കുകയാണ്. അധ്യാപകർ വരും, അവനെ നോക്കും, ഒന്നും എഴുതുന്നില്ല. ഒടുക്കം സമയം കളയുന്നു. സമയം കഴിയാൻ തുടങ്ങുമ്പോൾ ബെൽ മുഴങ്ങുന്നു എന്നറിയുന്ന വേളയിൽ അവൻ 2 വരി അതിൽ കുറിച്ചു. ഇത്രയുള്ളതിൽ കാനാവിലെ കല്യാണത്തെപ്പറ്റി ആ കുട്ടി കുറിച്ച വാക്കുകൾ 2-3 പദങ്ങൾ കൊണ്ടൊതുങ്ങി. വെള്ളം തൻ്റെ ഉടയവനെ കണ്ടു, അത് ചുവന്നു കൊടുത്തു. അത്ര എഴുതിയുള്ളൂ. കാലത്തെ അമ്പരപ്പിച്ച ബൈഡൻ എന്ന കവിയുടെ പിറവി ആ വാക്കുകളിൽ നിന്നായിരുന്നു. 4 പേജ് നെറ്റിപ്പിടിച്ച ഉപന്യാസം രചിച്ചവരെ അമ്പരപ്പിച്ചുകൊണ്ട് തത്വചിന്താപരമായ ആഴമുള്ളൊരു പ്രമേയം. വെള്ളം തൻ്റെ ഉടയവനെ കണ്ടു, അത് ചുവന്നു കൊടുത്തു. ആഗ്രഹമറിഞ്ഞിട്ട് ചുവന്നു കൊടുത്തു. ഇതാണ് പ്രകൃതി. അവൻ്റെ ആഗ്രഹമറിഞ്ഞിട്ട് വിധേയപ്പെടുന്ന പ്രകൃതി. ആർത്തലയ്ക്കുന്ന കടൽ അവനെ കണ്ട് ശാന്തമായി. ആഞ്ഞടിക്കുന്ന കാറ്റ് അവൻ്റെ സാന്നിധ്യത്തിൽ കീഴടങ്ങി. അങ്ങനെ താൻ തന്നെ ദൈവപുത്രനെന്ന് പ്രവൃത്തികളാൽ തെളിയിച്ച യേശു ഇന്ന് രാത്രി നമുക്കായും ജീവിക്കുന്നു. ആ ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ ചൈതന്യം തിരിച്ചറിയുന്ന നിങ്ങൾ ഇവിടം വിട്ടുപോകുമ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ ഒന്നുറപ്പിച്ചു പോകണം. എന്തത്? എൻ്റെ വിഷയങ്ങൾ പ്രശ്നകലുഷിതമാണ്. അത് ഞാൻ പകർന്ന പച്ചവെള്ളം പോലെ നിൻ്റെ മുമ്പിൽ തരാവുന്നതാ. ഞാനൊരു സാധാരണ മനുഷ്യൻ, ഞാനൊരു ശൂന്യൻ. എൻ്റെ ചുറ്റും വേദനയുടെ 1000 കടലിരമ്പുന്നു, ഒന്നും വയ്യ. ഇവിടെ വീഞ്ഞില്ല, ഇവിടെ കുറവുകളേറെ. നീ എനിക്കായി പ്രവർത്തിക്കണം. അവൻ്റെ മറുപടി, ഈ കൽഭരണികളിലേക്ക് ആ പ്രശ്നം പകരട്ടെ. അത് പ്രാർത്ഥനയായി, ആലോചനയായി, അപേക്ഷയായി അവിടേക്ക് പകരപ്പെട്ടപ്പോൾ ഒന്നുറപ്പിച്ചേ പോകാവൂ. ഇതുവരെ ലഭ്യമല്ലാത്ത ഏറ്റവും ടേസ്റ്റിയായ സ്വാദേറിയ ഒന്ന് നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ആ ദൈവപുത്രൻ്റെ സാന്നിധ്യം നമ്മെ ഇന്ന് രാത്രി സംരക്ഷിക്കട്ടെ. അത് നമുക്ക് ബലമാകട്ടെ, അത് നമുക്ക് വിടുതലാകട്ടെ, അത് നമുക്ക് രോഗശാന്തിയാകട്ടെ. തകർന്നടിഞ്ഞ നമ്മുടെ ജീവിതത്തിന് അത് പുനരുദ്ധാരണമാകട്ടെ. സകല വഴികളും ജീവിതത്തിൽ അടഞ്ഞ് മരണം മാത്രം മുമ്പിൽ കണ്ട ഒരു കുടുംബം, ആത്മഹത്യക്ക് കാത്തിരിക്കുന്ന ഒരു കുടുംബമായി കാനാവിലെ കുടുംബം അധപ്പതിച്ചേനെ. ആ വിവാഹം ദുരന്തത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയനെ. ആ പിതാവ് വീട് വിട്ടു പോയനെ. ആ കുട്ടിക്ക് വിവാഹം കഴിച്ചു വരുന്ന ആ കുട്ടിയുടെ പേരും അവളുടെ വിലാസവും കേട്ടാൽ ആളുകൾ വെറുപ്പോടെ നോക്കിയനെ. വളരെ ദരിദ്രമായ പശ്ചാത്തലം, കാബൂൾ ദേശത്തിൻ്റെ അറിവില്ലായ്മയുടെ, അവിവേകത്തിൻ്റെ ഒരു സ്വാധീനം അവരിലുണ്ട്. പക്ഷേ അവൻ നിന്റെ പേര് മാറ്റുവാൻ ശക്തൻ, അവൻ നിന്റെ വിലാസം മാറ്റുവാൻ ശക്തൻ, അവൻ നിന്റെ ജീവിത പശ്ചാത്തലങ്ങളെ മുഴുവൻ അടിമുടി പരിഷ്കരിക്കുവാൻ ശക്തൻ. അവന് തുല്യനായി ആരുമില്ല, അവിടുത്തെ പ്രവൃത്തിക്ക് തുല്യമായി ഒന്നുമില്ല എന്ന വകതിരിവും തിരിച്ചറിവിനും വേണ്ടി ഗലീലിയ സാക്ഷ്യം വഹിച്ചെങ്കിൽ അതേ ഗലീലിയയിൽ മറന്നുപോയ കർത്താവായ യേശുക്രിസ്തു അതേ ബലത്തോടെ, അതേ ശക്തിയോടെ ഈ രാത്രി നമ്മുടെ മധ്യത്തിൽ ആഗതനായിട്ടുണ്ട്. അവിടുത്തെ സാന്നിധ്യബോധത്തിന് വേണ്ടി നമ്മെ വരമേൽപ്പിക്കാം. ആ വലിയ പ്രവൃത്തിക്ക് നമുക്കും കാതോർത്തിരിക്കാം. പച്ചവെള്ളം പോലെ ഈ പ്രശ്നത്തെ പകരുക. ശ്രേഷ്ഠകരമായ പുതുവീഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മടങ്ങാൻ ദൈവം കൃപ നൽകട്ടെ. കണ്ണുകളടയ്ക്കാം.